ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് കിടപ്പ് രോഗികളുടെ പരിചരണത്തെ കുറിച്ചാണ്. നമ്മുടെ സ്ഥാപനങ്ങളിലെല്ലാം ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ട് അല്ലെ? എവിടെയൊക്കെ IP ഉണ്ടോ അവിടെയെല്ലാം ബെഡ് റിഡൻ പേഷ്യൻസ് നമ്മൾ കാണാറുണ്ട്. CHCകളിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പാലിയേറ്റീവ് വാർഡിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ബെഡ് റിഡൻ പേഷ്യൻസ് ഉണ്ടാവുക. എനിവേ, ഈ ബെഡ് റിഡൻ പേഷ്യൻസിന് നമ്മളെ സാധാരണ നടന്നു പോകാനൊക്കെ കഴിയുന്ന ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അവരെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്, ഒരുപാട് പരിമിതികളുണ്ട്. അവരുടെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് അവർക്കൊരു ധാരാളം പരിമിതികൾ ഉണ്ടാവും. അപ്പൊ അത്തരം പരിമിതികളെ അവർക്ക് മറികടക്കാനായിട്ട് നമ്മൾ അവരെ സഹായിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മളെ ക്ലാസ്സിൽ പറയുന്നത്. ശാസ്ത്രീയമായിട്ട് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെ അവരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് രീതിയിലാണ് ഒരു കിടപ്പ് രോഗി നമ്മുടെ സ്ഥാപനത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് അവരെ എങ്ങനെ സഹായിക്കാനാവും എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ സെഷൻ. അപ്പൊ അതിന് ചില നിർദ്ദേശങ്ങളാണ് പറയുന്നത്, പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുള്ളത്. കിടപ്പിലായ രോഗികളൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആദ്യം നമ്മൾ യൂണിറ്റ് സജ്ജീകരണത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു എങ്ങനെയാണ് അവരുടെ ഒരു യൂണിറ്റ് സജ്ജീകരിക്കുക എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിരുന്നു. അപ്പൊ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ? ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, രോഗി എന്നുള്ള കാര്യം വിടൂ, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന, കിടക്കുന്ന ആശ്വാസം നൽകാൻ കഴിയുന്ന ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എപ്പോഴും അവരുടെ ബുദ്ധിമുട്ടുകളെ ബുദ്ധിമുട്ടുകൾ അധികരിക്കാത്ത തരത്തിലുള്ള ഒരു അന്തരീക്ഷം വളരെ പ്രധാനമാണ്. അതില് നമ്മളിപ്പോ കിടപ്പ് രോഗി ആയതുകൊണ്ട് തന്നെ അവർ കൂടുതൽ സമയം എങ്ങനെയായിരിക്കും? കിടക്കുകയായിരിക്കും. അപ്പൊ ആ കിടക്കുന്ന രോഗിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണ ഒരു കിടക്കയിൽ കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, കുറെ സമയം കഴിയുമ്പോഴേക്കും ഇന്ന് വന്ന് അഡ്മിറ്റ് ആകുന്ന രോഗി അവരുടെ ദേഹം 2 ദിവസം കഴിയുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധാപൂർവ്വം അവരെ പരിചരിക്കുന്നില്ല എങ്കിൽ, അത് ഹോസ്പിറ്റലിൽ തന്നെ ആവണമെന്നില്ല, വീടുകളിലാണെങ്കിൽ പോലും ദേഹത്ത് പൊട്ടലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന് നമ്മൾ ബെഡ് സോർ എന്ന് പറയും അല്ലേ? അപ്പൊ അത്തരം രോഗികൾക്ക് സുഖകരമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവർ കിടക്കുന്ന കിടക്ക. അത് നമുക്ക് വാട്ടർ ബെഡായിട്ടോ എയർ ബെഡായിട്ടോ അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. അതാണ് അതായത് സ്വയം അനങ്ങാൻ കഴിയാത്ത രോഗികൾക്ക് കൊടുക്കാൻ പറ്റുന്ന കിടക്കകളാണ് വാട്ടർ ബെഡ്, എയർ ബെഡ്. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് നിങ്ങളുടെ സ്ഥാപനങ്ങളിലെല്ലാം ഇത് ഉണ്ടാവും. അത് കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. അപ്പൊ അത് ഓർത്തുകൊള്ളുക. രോഗിയുടെ പുറകുവശം, സന്ധികൾ അല്ലെ, ജോയിന്റുകൾ എന്നീ ഭാഗങ്ങൾക്ക് പരമാവധി ശ്രദ്ധ നൽകേണ്ടതാണ്. അതുപോലെ തന്നെ കൈകളോ കാലുകളോ ഒക്കെ തന്നെ ശരിയായ രീതിയിൽ അവർക്ക് തനിയെ എടുത്തു വെക്കാൻ കഴിയില്ല. അപ്പൊ അവരെ ഒന്ന് കാലും കൈയും ഒക്കെ ഒന്ന് നേരെ വെച്ച് അവരുടെ ബുദ്ധിമുട്ട്, ചിലപ്പോൾ അവർക്ക് നേരെ വെക്കുന്നതിലോ ചിലപ്പോൾ മടങ്ങിയിരിക്കുന്നതിലോ ഒക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടോ അങ്ങനെയുള്ള രോഗിയുടെ സംസാരിക്കാൻ കഴിയുന്ന, റെസ്പോണ്ട് ചെയ്യാൻ കഴിയുന്ന രോഗിയാണെങ്കിൽ അവരോട് ചോദിക്കുക, കൈ ഇങ്ങനെ വെക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ എന്തായാലും അവർക്ക് വളരെ സൗകര്യപ്രദമായ രീതിയിൽ അവരുടെ കൈകാലുകളൊക്കെ വെക്കുക. അവരെ പൊസിഷൻ ചെയ്തതിന് ശേഷം എക്സ്ട്രാ തലയണ ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ കൂടി അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കണം. നമ്മുടെ സ്ഥാപനത്തിലൊന്നും അത്ര അഡീഷണൽ പില്ലോ ഒന്നും കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അവരോട് ബന്ധുക്കളോട് ആവശ്യപ്പെടാം, വീട്ടിൽ നിന്ന് കൊണ്ടുവരിക, അല്ലെങ്കിൽ അഡീഷണൽ തലയണ, തുണിയോ മടക്കി വെക്കാൻ പറ്റുന്ന ബെഡ്ഷീറ്റുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത്തരത്തിൽ രോഗിക്ക് ഒരു കംഫർട്ട് പൊസിഷൻ കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മളെ മേലുദ്യോഗസ്ഥർ അവിടെ ഉണ്ടാവും. നിങ്ങൾ ഇത്തരം കിടപ്പ് രോഗികളുടെ പരിചരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് പ്രവർത്തനങ്ങളും നടത്തുന്നതിന് മുന്നേ നമ്മുടെ അതാത് ഡ്യൂട്ടി സ്ഥലത്തുള്ള മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശം കൂടി സ്വീകരിക്കണം. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ബെഡ് സോറൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ എയർ ബെഡ് മാത്രം കൊടുത്താൽ ശരിയാവില്ല. ഇടയ്ക്കിടയ്ക്ക് രോഗിയുടെ പൊസിഷനൊക്കെ ഒന്ന് മാറ്റണം അല്ലേ? 2 മണിക്കൂർ ഇടവിട്ട്, 2 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ ഒരേ പൊസിഷനിൽ, അത് ആരാണെങ്കിലും രോഗിയാണെങ്കിലും നമ്മളാണെങ്കിൽ പോലും കിടന്നു കഴിഞ്ഞാൽ അവിടെ ബുദ്ധിമുട്ട്, രക്തയോട്ടം കുറയുന്നു, ആ ഭാഗത്തേക്കുള്ള രക്തയോട്ടം കുറയുന്നതിന്റെ ഫലമായിട്ട് പൊട്ടലുണ്ടാകുന്നതാണ്. അപ്പൊ 2 മണിക്കൂർ ഇടവിട്ട് ഓരോ പൊസിഷൻ മാറി മാറി കിടത്തുക, അത് ശ്രദ്ധിക്കുക. അത് നമ്മൾ തന്നെ കിടത്തണമെന്നില്ല, അവരോട് കൃത്യമായിട്ട് ബൈസ്റ്റാൻഡറോട് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക. അത് ഇടയ്ക്ക് അത് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. അതാണ് നമ്മുടെ ഉത്തരവാദിത്തം കേട്ടോ. അത് അവർ ചെയ്യുന്നുണ്ടോ, നമ്മൾ പറഞ്ഞതുപോലെ അവർ ചെയ്യുന്നുണ്ടോ. അവർക്ക് ബൈസ്റ്റാൻഡർക്ക് തനിയെ കഴിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിന് നമ്മൾ അവിടെ ഡ്യൂട്ടി ചെയ്യുന്ന ആളെന്നുള്ള നിലയിൽ, ആരോഗ്യ പ്രവർത്തകർ എന്നുള്ള നിലയിൽ നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ്. നമ്മൾ ശ്രദ്ധിക്കുക അത് അവരവരുടെ പൊസിഷൻ ചെയ്യുന്നുണ്ടോന്ന്. പിന്നെ ബോധമുള്ള പേഷ്യന്റ്, അതായത് ബോധാവസ്ഥയിൽ അല്ലാത്തതാണെങ്കിൽ, പറഞ്ഞാലൊക്കെ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ കേൾക്കാൻ പറ്റുന്നത്, സംസാരിക്കാൻ പറ്റുന്നത് അങ്ങനെയുള്ള രോഗിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അവരോട് നമ്മൾ തിരിച്ച് കിടത്തുന്നതിന് മുമ്പ് അവരോട് പറയാം, കുറച്ച് നേരം ഒന്ന് കിടന്നതല്ലേ, ഒന്ന് തിരിഞ്ഞ് അങ്ങോട്ട് കിടക്കാം,
ഒരേ രീതിയിൽ കിടക്കണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരെ ബോഡിയിൽ ടച്ച് ചെയ്യുക കേട്ടോ, ശരീരത്തിൽ തൊടുക. അതേസമയം അബോധാവസ്ഥയിലുള്ള രോഗിയാണെങ്കിലോ ബോധമൊന്നും ഇല്ലാതെ കിടക്കുന്ന ആളാണെങ്കിൽ നമ്മൾ അവരുടെ കൂട്ടിരിപ്പുകാരുണ്ടാവുമല്ലോ, അവരോട് പറയുക എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുക തിരിച്ചു കിടക്കുന്നതിന് മുമ്പ്. ഓക്കെ, അവരെയും കൂടി ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തണം. അവർ കിടപ്പ് രോഗികളെ പരിചരിക്കുമ്പോൾ അത് ഏത് പരിചരണമാണെങ്കിലും കൂടെ നിൽക്കുന്ന ബന്ധുക്കളെ കൂടി ആ പരിചരണത്തിനകത്ത് അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, അവർ പങ്കെടുപ്പിക്കണം. എന്നാൽ മാത്രമേ 24 hours കൂടെ നിൽക്കുന്നത് അവരാണ്. അപ്പോൾ ആവശ്യമായ രീതിയിൽ കൃത്യമായിട്ടുള്ള അറിവ് അവർക്ക് കൊടുത്ത് ഈ പ്രവർത്തനങ്ങളെല്ലാം അവരും കൂടി അറിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടതാണ്. ഓക്കെ, ഈ കിടക്കവിരി ദിവസേന മാറ്റുന്നതിനോടൊപ്പം, കാരണം മറ്റുള്ള രോഗികളെ പോലെ നമ്മൾ ഓൾട്ടർനേറ്റ് ഡേയിലോ ഒന്നും അല്ല മാറ്റേണ്ടി വരിക. ഇവിടെ ഇവരുടെ കിടക്കവിരി എപ്പോഴും അഴുക്കാവാനുള്ള സാധ്യത, ഡേർട്ടി ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലേ. നമ്മൾ കിടന്നുകൊണ്ടാണ് അവർക്ക് ഫുഡ് കൊടുക്കുന്നത്, ചിലപ്പോൾ യൂറിൻ പാസ് ചെയ്യുന്നുണ്ടാവും, മോഷൻ പാസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കിടക്കവിരിയുടെ മേലിൽ നമ്മൾ റബ്ബർ ഷീറ്റ് എന്തായാലും ഇവർക്ക് വിരിക്കണം. അപ്പൊ അത് കിടക്കവിരി മാറ്റുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഈ റബ്ബർ ഷീറ്റിനകത്ത് ഈ പറഞ്ഞ അത് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ, ബ്ലഡോ യൂറിനോ മോഷനോ ഒക്കെ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, മാറ്റിയിട്ട് മറ്റ് പുതിയതൊരെണ്ണം കൊണ്ട് വിരിക്കേണ്ടതാണ്. പിന്നെ ഇത് കൂടാതെ ഈ ഒരു നമ്മൾ വളരെ ആക്റ്റീവായിട്ട് നടക്കുന്ന വ്യക്തി എന്തൊക്കെയാണോ ഒരു ദിവസം അവരുടെ ദിനചര്യ എന്നുള്ള രീതിയിൽ ചെയ്യുന്നത്, അതായത് ശരീരശുദ്ധിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അതൊരു ഡെയിലി റൊട്ടീനാണ് അല്ലേ. ആ റൊട്ടീനൊക്കെ തന്നെ ഈ രോഗിയും ആ കിടപ്പിലാണെങ്കിൽ പോലും അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ അവർക്ക് അതിനുള്ള സഹായം, അതിനാണ് നമ്മൾ പരസഹായം എന്ന് പറയുന്നത് അല്ലെ. പരസഹായം നമുക്ക് വേണം, അപ്പൊ ചെയ്തു കൊടുത്താലേ മതിയാവുള്ളൂ. അപ്പൊ അത് ഒരു കൂടെ നിൽക്കുന്ന ആളിന് ചിലപ്പോ ഇതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിവില്ല. കിടക്കുന്ന ആളിന്റെ വായില് വിരല് കയറ്റിയാൽ എന്തെങ്കിലും സംഭവിക്കുമോ, പല്ലിളകി പോകുമോ, വിരല് മുറിയുമോ, വൃത്തിയാകുമോ, അവർക്ക് പേടിയായിരിക്കും. അപ്പൊ അത് കൃത്യമായിട്ട് അറിയാവുന്നത് ആരോഗ്യ പ്രവർത്തകർ എന്നുള്ള നിലയിൽ നമ്മളാണ്, ആരോഗ്യ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന നമ്മളാണ്. അപ്പൊ അവർക്ക് രാവിലെ വായ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ ആശുപത്രിയിൽ ലഭ്യമായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന പ്രവർത്തനങ്ങളാണ്. അപ്പൊ ആ പ്രവർത്തനങ്ങൾ അവര് കൂടെ നിർത്തി, ബൈസ്റ്റാൻഡറെ കൂടെ നിർത്തിയിട്ട് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യണം. ചില ICU പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ബൈസ്റ്റാൻഡർ ഒന്നും ഉണ്ടാവില്ല അല്ലെ, അവിടെയൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടി വരും. അപ്പൊ എന്തായാലും അവരുടെ പേഴ്സണൽ കെയർ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമാണ്, ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് അപകടം വരാത്ത തരത്തിൽ നമുക്കിത് ചെയ്തു കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പം ഈ പരിചരണം നൽകുന്നതിനിടയിൽ നമ്മൾ ശരീരം ഒക്കെ, പേഷ്യന്റ് ശരീരം മുഴുവൻ നമ്മൾ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത്. ചിലപ്പോൾ സ്കിന്നിലെ പാടുകൾ ഉണ്ടാവാം, അത് ചിലപ്പോൾ ബെഡിൽ കിടന്നതിന്റെ ബെഡ് സോർ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ബെഡ് സോർ ആകാന്നതിന് തൊട്ട് മുന്നേ ഉള്ള ബെഡ് സോർ പൊട്ടുന്നതിന് മുമ്പ് ഉള്ള വ്യത്യാസം എന്താണെന്ന് അറിയാലോ. ശരീരത്തില് അകാരണം എന്നല്ല, മറ്റു സ്ഥലത്തെ വെച്ച് നോക്കുമ്പോൾ ആ ഭാഗത്തേക്ക്, അതായത് ഇത്രയും നേരം കംപ്രഷൻ ആയിട്ട് ബെഡിൽ കിടന്ന ഭാഗത്ത് ഒരു ചുമന്ന നിറം വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ വെള്ളം പൊള്ളിയതുപോലെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ അടുത്ത സ്റ്റേജാണ്, ബെഡ് സോറിലേക്കുള്ള അതിന്റെ മുന്നുള്ള സ്റ്റേജാണ്. ബെഡ് സോറാണ് അടുത്ത പടി. ഇത് ഇനി ആദ്യം ചുമന്നത് അടിച്ചു വരും, അത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം കൊടുന്നു വരും, അത് കഴിഞ്ഞാൽ പിന്നെ അത് പൊട്ടിയിട്ട് അത് ബെഡ് സോറായി അപ്പോഴേക്കും. അപ്പൊ ഇത് വളരെ നേരത്തെ തന്നെ നമ്മൾ ക്ലോസ് ആയിട്ട് ഡെയിലി നമ്മൾ ഒബ്സർവ് ചെയ്യുവാണെങ്കിൽ കൃത്യമായിട്ടും ഇത് ബെഡ് സോറിലേക്ക് എത്താതെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ആ ഭാഗത്തേക്കൊക്കെ ഒന്ന് മാറ്റി കിടത്തിയിട്ട് അവിടെ കൂടുതൽ പ്രഷർ വരാതെ മാറ്റി കിടത്തി മസാജ് ഒക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ബെഡ് സോർ വരികയില്ല ഈ പേഷ്യന്റ്. അത്ര കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും കിടപ്പ് രോഗികൾക്ക് ബെഡ് സോർ വരാതിരിക്കും. പിന്നെ നിലവിൽ ഇപ്പൊ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഓൾറെഡി മുറിവുകൾ ഉണ്ടെങ്കിൽ, ബെഡ് സോർ ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അവര് നമ്മുടെ മേൽദിവസത്തിലൊന്നും കണ്ടില്ല, നഴ്സിംഗ് ഓഫീസേഴ്സ് ഒക്കെ അവിടെ ഉണ്ടാവും, ഡോക്ടേഴ്സ് ഉണ്ടാവും, ഒരുപക്ഷെ അവർ കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങളാണ് ആദ്യം കാണുന്നെങ്കിൽ എന്ത് ചെയ്യണം? ഡെഫിനറ്റ്ലി അത് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ തന്നെ പോയിട്ട് പറയണം, ഇന്ന പേഷ്യന്റ് ഇന്ന ബാക്കിൽ ഒരു ബെഡ് സോർ ഉണ്ട്, അല്ലെങ്കിൽ കാലിന്റെ ഒപ്പൂച്ചിയിൽ ഒരു ബെഡ് സോർ ഉണ്ട്, ഒരു പൊട്ടലുണ്ട് എന്നുള്ളത് പറയുക. കാരണം അത് നമുക്ക് സ്പഞ്ച് ബാത്തിന് ശേഷം ഡ്രസ്സിങ് ചെയ്യേണ്ടതുണ്ട് അല്ലേ. പിന്നെ ഫീമെയിൽ പേഷ്യന്റ് ആണെങ്കിൽ എന്താ, ചിലപ്പോൾ മുടിയൊക്കെ ഉണ്ടാവും, മുടിയൊക്കെ ജട പിടിച്ചിട്ടുണ്ടാവും അല്ലെ. അങ്ങനെയുള്ളവരാണെങ്കിൽ അവരുടെ മുടിയൊക്കെ ഒന്ന് ചീകി കെട്ടി വെച്ചാലാണ് വൃത്തിയാവുക. അതല്ല അവരുടെ മുടി മുറിക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് അവരോട് തന്നെ ആവശ്യപ്പെട്ടിട്ട് അത് മുടി മുറിച്ച് വൃത്തിയാക്കാൻ പറയും. ഓക്കെ,
പിന്നെ കൃത്യമായിട്ട് ആഹാരം കൊടുക്കണ്ടേ? അവർ ആഹാരം ഡിമാൻഡ് ചെയ്യുന്നില്ല. കാരണം അവർക്ക് അബോധാവസ്ഥയിലോ അല്ലെങ്കിൽ അവർ ആ രോഗാവസ്ഥ കൊണ്ട് അവർക്ക് കൃത്യമായിട്ട് വിശക്കുന്ന ഒരു ഇതൊന്നും ഉണ്ടാവില്ല, തോന്നലുണ്ടാവില്ല. വിശക്കുന്നു എന്നുള്ളൊരു ഫീൽ ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഡോക്ടറുടെ നിർദ്ദേശം ചിലപ്പോൾ ഉണ്ടാവും, ചില രോഗികൾക്ക് ഉണ്ടാവും, ഇത്ര മണിക്കൂർ ഇടവിട്ട് ഇന്നത് എന്ന് കൊടുക്കണം എന്നുള്ള നിർദ്ദേശം ഉണ്ടാവും. ചിലർക്ക് അങ്ങനെ ഉണ്ടാവില്ല. അവർക്ക് സാധാരണ ഫുഡ് കൊടുക്കാൻ കഴിയും. അവർക്ക് കഴിക്കാൻ പറ്റുന്നത്, അവരുടെ അവസ്ഥയ്ക്ക് അനുസരിച്ച് അവർക്ക് എന്താണോ കഴിക്കാൻ പറ്റുന്നത് അത് നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം. അവർ കേസ് ഷീറ്റിലൊക്കെ എഴുതിയിട്ടുണ്ടാവും, ഇൻസ്ട്രക്ഷൻസ് സ്പെഷ്യൽ ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കൂടെ വരുന്ന മിക്കവാറും പേഷ്യൻസ് ഒക്കെ എന്തായിരിക്കും, ഡയബറ്റിക് ഒക്കെ ആയിരിക്കാം അല്ലെ, അല്ലെങ്കിൽ ഹൈപ്പർ ടെൻസീവ് ആയിരിക്കാം. അപ്പൊ ഇത്തരം രോഗികൾക്ക് കഴിക്കാൻ പാടില്ലാത്ത ആഹാരക്രമം നമ്മൾ അറിഞ്ഞിരുന്നാലല്ലേ നമ്മളത് അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ അവരെ എടുത്ത് വെക്കുമ്പോൾ അത് ഇന്നതാണെന്ന്, അതായത് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അതും കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ ആ രോഗിക്ക് പ്രത്യേകമായിട്ട് പറയുന്നുണ്ടോ ആഹാരം, അപ്പോൾ കൃത്യമായിട്ട് ആ ആഹാരം സമയത്ത് ലഭ്യമാകുന്നുണ്ടോ, അവർ കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യവും നമ്മൾ ഉറപ്പുവരുത്തുക. ട്യൂബ് ഫീഡിംഗ് ആണെങ്കിലോ, ട്യൂബ് ഫീഡിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ദ്രാവക രൂപത്തിലുള്ള ആഹാരമാണ് നൽകേണ്ടത്. അതില് തരികളൊന്നും ഉണ്ടാവാൻ പാടില്ല. കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നമ്മൾ കൊടുക്കേണ്ടതാണ്. കൊടുക്കുന്നതിന് മുമ്പ്, ട്യൂബ് ഫീഡിംഗ് കൊടുക്കുന്നതിന് കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കാനുണ്ട് അല്ലെ. ട്യൂബ് ഫീഡിംഗ് കൊടുക്കുന്നതിന് മുമ്പ് മുന്നേ കൊടുത്ത ഫുഡ് ദഹിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ നമ്മൾ ആസ്പിറേറ്റ് ചെയ്ത് നോക്കണം. അങ്ങനെ കുറേ അധികം കാര്യങ്ങളുണ്ട്. പിന്നെ കത്തീറ്റർ ഇട്ടിട്ടുള്ള ആളാണെങ്കിലോ, കത്തീറ്റർ ഇട്ട ഭാഗവും അതിനോട് ചേർന്നുള്ള ഗുഹ്യഭാഗവും ദിവസേന നമ്മൾ കുളിക്കുമ്പോൾ എങ്ങനെയാണോ നമ്മുടെ ശരീരം വൃത്തിയാക്കുന്നത്, അത്തരം ഭാഗങ്ങൾ വൃത്തിയാക്കുന്നത്, അതുപോലെ തന്നെ ദിവസേന ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണത്. പിന്നെ കയ്യിലെയും കാലിലെയും നഖങ്ങളെല്ലാം മുറിച്ച് മാറ്റിയിട്ടുണ്ടോ എന്നുള്ളതും കൂടെ ശ്രദ്ധിക്കുക. നഖം വളർന്നു കിടപ്പുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഉണ്ടെങ്കിൽ അത് നമ്മൾ സ്പഞ്ച് ബാത്ത് കൊടുക്കുന്ന സമയത്ത് മുറിച്ച് മാറ്റുന്ന അതിനുള്ള വസ്തുക്കൾ കൂടി, അതിനുള്ള ഉപകരണം കൂടി നമ്മൾ കരുതേണ്ടതാണ്. ഓക്കെ. അപ്പോൾ സ്പഞ്ച് ബാത്ത് കൊടുക്കുന്നതിന് മുമ്പ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഒബ്സർവ് ചെയ്താലേ നമുക്ക് ഈ വസ്തുക്കളെല്ലാം എടുത്ത് പോകാൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഓക്കെ. അതുകൊണ്ടാണ് ജനറൽ ഒരു പൊതു നിർദ്ദേശത്തിന്റെ കൂട്ടത്തിൽ ഇതെല്ലാം വന്നിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് പുറം പരിചരണം. പുറം പരിചരണം എന്ന് ഉദ്ദേശിക്കുന്നത് ബാക്ക് മസാജ് ആണ് കേട്ടോ. എങ്ങനെ മസാജ് ചെയ്യാം എന്നുള്ളതാണ്. എന്തിനാണ് ഈ ബാക്ക് മസാജ് കൊടുക്കുന്നത്? കാരണം കിടപ്പ് രോഗികള് പുറകുവശത്ത് ഉരഞ്ഞു പൊട്ടി അല്ലെ, കൂടുതൽ സമയം അവർ കിടക്കുന്നത് മുതുക് ഇങ്ങനെ ബെഡിനോട് ചേർന്നിട്ടാണ്. അപ്പൊ ഈ പുറകുവശം ഏത് നേരവും ഇങ്ങനെ കട്ടില് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിക്കുമ്പോഴോ നീങ്ങുമ്പോഴോ രോഗി തന്നെ ചിലപ്പോൾ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും നിരങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. എനിവേ, ഇങ്ങനെ നീങ്ങുന്ന സമയത്ത് മുതുകിലെ തൊലി ബെഡിനോട് ഇങ്ങനെ ചേർന്ന് ഉരഞ്ഞു പൊട്ടി മുറിവുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ അത് ഒഴിവാക്കാൻ എന്ത് ചെയ്യണം? നമ്മള് ഡെയിലി നമ്മൾ ചെരിച്ച് കിടത്തി പേഷ്യന്റെ പുറം പരിചരണം, ബാക്ക് മസാജ് ചെയ്താൽ ഇത്തരം പൊട്ടലുകൾ, അതായത് ബെഡ് സോർ പുറകിൽ ഉണ്ടാകുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്താണ്? അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് എന്താ സംഭവിക്കുന്നത്? എങ്ങനെയാണ് ഇത് പൊട്ടാതിരിക്കുന്നത്? ഈ ബാക്ക് കെയർ കൊടുക്കുമ്പോൾ ഈ ബാക്ക് കെയറിലൂടെ നമ്മൾ മസാജ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ. മസാജിങ് എന്ന് പറയുന്നത് എപ്പോഴും രക്തയോട്ടം വർദ്ധിപ്പിക്കും. എവിടെയാണോ നമ്മൾ മസാജ് ചെയ്യുന്നത് അവിടേക്ക് സർക്കുലേഷൻ, പഴയ രക്തം പോയിട്ട് പുതിയ രക്തം വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ തന്നെ മസാജ് ചെയ്യുമ്പോൾ രോഗിക്ക് അതൊരു ആശ്വാസം നൽകാനും അതുപോലെ തന്നെ ബെഡ് സോർ ഉണ്ടാകാതിരിക്കാനും സഹായിക്കുന്നു. ഇനി പുറം പരിചരണത്തിന് ഇനി എന്തൊക്കെയാണ് ചെയ്യുന്ന വിധമാണ് പറയുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പല ജോലികൾ ചെയ്ത് നടക്കുന്നവരാണ്. ഹോസ്പിറ്റലിൽ രാവിലെ ഡ്യൂട്ടി സമയത്ത് ഒരു രോഗിയുടെ അടുത്ത് മാത്രമല്ല നമ്മൾ നിൽക്കുന്നത്, പല രോഗികളുണ്ടാവും, അവരൊക്കെ അടുത്ത് പോയിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ 5 moments ഓഫ് ഹാൻഡ് വാഷിംഗ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എപ്പോഴൊക്കെയാണ് നമ്മൾ ആശുപത്രിയിൽ കൈ കഴുകേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അപ്പൊ എനിവേ, എപ്പോഴായാലും നമ്മളൊരു പ്രൊസീജിയർ തുടങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? നമ്മുടെ കൈകൾ വൃത്തിയായി കഴുകുക. സോഷ്യൽ ഹാൻഡ് വാഷിംഗ് അല്ലെ. ആവശ്യമുള്ള കൈ കഴുകിയ ശേഷം ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഒരു സ്ഥലത്ത് സജ്ജീകരിക്കുന്ന വെച്ചാൽ കൊണ്ടുവന്ന് ഒരു നമ്മുടെ നഴ്സ് സ്റ്റേഷനിൽ നിന്ന് എടുക്കേണ്ടവ എടുത്തിട്ട് രോഗിയുടെ കട്ടിലിനടുത്തുള്ള അവരുടെ ബെഡ് സൈഡ് ലോക്കറിലോ അടുത്തുള്ള സ്റ്റൂളിലോ ചെയറിലോ ഒക്കെ കൊണ്ടുവന്ന് എല്ലാം അടുപ്പിച്ച് വെക്കുക. പിന്നെ വേണ്ടത് പേഷ്യന്റെ പ്രൈവസിയാണ്. അതിന് പ്രൈവസി പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് നമ്മുടെ വാർഡിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സ്ക്രീൻ എടുത്ത് വെക്കും. അപ്പൊ അതുപോലെ സ്വകാര്യത ഉറപ്പാക്കാനുള്ള സംവിധാനം എന്താന്ന് വെച്ചാൽ അവനവന്റെ സ്ഥാപനത്തിൽ എങ്ങനെയാണോ അതിനുള്ള സംവിധാനം ഉള്ളത് അത് ചെയ്യുക.
അത് വളരെ പ്രധാനമാണ്. നമ്മളാണെങ്കിലും നമ്മൾ മറ്റുള്ളവരുടെ പബ്ലിക്കിന്റെ മുമ്പിൽ നമ്മുടെ ശരീരഭാഗങ്ങൾ എക്സ്പോസ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കില്ല. ആ സെയിം തന്നെയാണ് ഇപ്പോൾ ഒരു ചെറിയ അബോധാവസ്ഥയിലാണ് രോഗി എന്നാൽ പോലും അവരുടെ ഇത്തരം പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ ബഹുമാനിക്കേണ്ടതാണ്. അവർക്ക് അതിൻ്റെയുള്ള അവരുടെ നീഡാണ്. അതൊരു അബോധാവസ്ഥയിലാണെങ്കിൽ പോലും ആ രോഗിയുടെ നീഡാണ്. അവരുടെ സ്വകാര്യത നമ്മൾ മാനിക്കുക എന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ആ സ്വകാര്യതയ്ക്ക് നമ്മൾ അത് മാനിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവരെ സ്വകാര്യത ഉറപ്പുവരുത്തുക. പിന്നെ പേഷ്യന്റിന് ചിലപ്പോൾ കമിഴ്ന്ന് നടക്കാനായിരിക്കും താല്പര്യം, ബോധമുള്ള പേഷ്യന്റ് ആണെങ്കിൽ കേട്ടോ. ബോധമുള്ള പേഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് കമിഴ്ന്നോ അവരുടെ സൗകര്യം അനുസരിച്ച് ഒന്ന് കമിഴ്ന്നോ അല്ലെങ്കിൽ ചെരിഞ്ഞോ കിടക്കാൻ പറയുക. അതല്ല അബോധാവസ്ഥയിലെ പേഷ്യന്റ് ആണെങ്കിൽ എന്ത് ചെയ്യുക, ബൈസ്റ്റാൻഡറുടെ സഹായത്തോടെ അവരെ നമുക്ക് പ്രൊസീജിയർ ചെയ്യാൻ പറ്റുന്നൊരു സൗകര്യപ്രദമായ പൊസിഷനിൽ അവരെ ചരിച്ചോ കമഴ്ത്തി കിടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തല ഒരു വശത്തേക്ക് ചരിച്ച് കിടത്തുക. ഓക്കെ. ഈ വിസർജ്യം ആ ഭാഗത്ത് ബാക്കിൽ എവിടെയെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ബാക്ക് മസാജ് ചെല്ലാനായിട്ട് കാണുമ്പോഴാണ് ഇത്തരം ഇത് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, അത് ബാക്ക് മസാജ് ചെയ്യാതെ പോവുകയല്ല ചെയ്യേണ്ടത്. പിന്നെയോ ആ ഭാഗത്ത് എന്ത് ചെയ്യണം, ആദ്യം ആ വിസർജ്യം പറ്റിയത് എന്താണോ അവിടെ വേസ്റ്റ് ഉണ്ടത്, ആ വേസ്റ്റ് അഴുക്ക് പറ്റിയ ഭാഗം വൃത്തിയായിട്ട് തുടച്ച് മാറ്റിയതിന് ശേഷം സോപ്പും വെള്ളവും കൊണ്ട് വെച്ച് തുടച്ച് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ബാക്ക് മസാജ് ചെയ്യേണ്ടത്. ഈ ബാക്ക് മസാജ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയാണ്? ഒന്നിൽ നമുക്ക് നമ്മുടെ ആ ഫ്രിക്ഷൻ, അതായത് എന്താ പറയണ്ടത്, ഫ്രിക്ഷൻ എന്ന് പറയേണ്ടത്, ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ബലം അല്ലെ, നമ്മൾ ബലം പിടിക്കുമ്പോൾ ഘർഷണം എന്ന് കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ. അപ്പൊ ആ ഘർഷണം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, കയ്യിലൊരു എണ്ണയോ അല്പം എണ്ണയോ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് അവരുടെ കയ്യിൽ എന്താണോ അവരുടെ എണ്ണയുള്ളത് അതല്ലെങ്കിൽ ബോഡി ലോഷൻ എന്തെങ്കിലും ഉണ്ട്, അതല്ലെങ്കിൽ അതൊന്നും ഇല്ലെങ്കിൽ പൗഡർ, ടാൽക്കം പൗഡർ, ഇത് ഏതെങ്കിലും ഒന്ന്, മൂന്നും കൂടി എടുക്കരുത് കേട്ടോ, ഏതെങ്കിലും ഒന്ന് നമ്മുടെ കൈപ്പത്തിയിലും അവരുടെ ദേഹത്തും കൂടിയൊക്കെ അല്പം ഒന്ന് തേച്ചിട്ട് ആ ഫ്രിക്ഷൻ ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ ഈ പറഞ്ഞ വസ്തുക്കൾക്കൊന്നും ഈ തൊലി പൊട്ടുന്നതുമായിട്ടോ അല്ലെങ്കിൽ ബാക്ക് മസാജ് ചെയ്യുന്നതുമായിട്ടോ യാതൊരു ബന്ധവും ഇല്ല, അതിന്റെ ഇഫക്റ്റ് ഇല്ല. ഉള്ളി കർഷണം ഒഴിവാക്കാൻ വേണ്ടി മാത്രം. അപ്പൊ സ്മൂത്ത് ആയിട്ട് നമുക്ക് മസാജ് ചെയ്യാൻ സാധിക്കും. ഓക്കെ. അപ്പം ഇത് കയ്യിൽ പുരട്ടിയിട്ട് എവിടുന്നാണ് തുടങ്ങേണ്ടത്? രോഗിയുടെ പുറകുവശത്തിന്റെ ബാക്കിന്റെ താഴെ നിന്ന് അടിഭാഗം മുതൽ, അതായത് ബട്ടക്സ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന്, ആ പടത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും താഴെയാണ്, അവിടുന്ന് മുകളിലേക്ക് കഴുത്ത് വരേക്കും, അതുപോലെ കഴുത്തിന്റെ അവിടുന്ന് താഴേക്കും സൈഡിലൂടെ. അപ്പൊ ആദ്യം ബട്ടക്സിന്റെ അവിടെ നിന്ന് നടുഭാഗത്തൂടെ, നമ്മളെ നട്ടലിന്റെ സൈഡിൽ കൂടെ, ആ പടത്തിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് പടം കാണാൻ പറ്റുന്നുണ്ടല്ലോ, ആ പടത്തിൽ നോക്കി അറിയാൻ പറ്റും. ആദ്യം സൈഡിൽ ആ ബട്ടക്സിന്റെ 2 ബോണുണ്ട്, ആ എല്ലിന്റെ ഭാഗത്താണ് മസാജ് ചെയ്യുന്നത്. അതിങ്ങനെ കൈകൊണ്ട് വട്ടത്തിലാണ് മസാജ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിന്റെ കൈ കാണാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ വട്ടത്തിൽ മസാജ് ചെയ്തിട്ട് നടുഭാഗത്തൂടെയാണ്, നട്ടലിന്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോവുക. മുകളിൽ ചെന്നിട്ട് നമുക്ക് മുകളിൽ തോളലുണ്ട് അല്ലേ, തോളിന് തൊട്ട് 2 സൈഡിൽ 2 എല്ലില്ലേ, സ്കാപ്പുല എന്ന് പറയുന്ന 2 എല്ല്, തോളൽ. അപ്പൊ ആ തോളലിന്റെ സൈഡിലേക്ക്, അവിടെയും നമുക്ക് ഏറ്റവും കൂടുതൽ പ്രഷർ വരുന്ന സൈഡാണ് അല്ലെ കിടക്കുന്ന രോഗിയെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അവിടെയും ഒന്ന് വട്ടത്തിൽ മസാജ് ചെയ്യുക, സൈഡിൽ കൂടി താഴേക്ക് വരും. വീണ്ടും നടുക്കുന്ന് താഴെ നട്ടലിന്റെ അവിടുന്ന് ബട്ടക്സിന്റെ അവിടുന്ന് മസാജ് ചെയ്യുക, വട്ടത്തിൽ മസാജ് ചെയ്യുക, മുകളിലേക്ക് പോവുക. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് ആ മസാജിങ്ങിന്റെ ഒരു രീതി. ആ രീതിയിൽ വേണം നമ്മൾ മസാജ് ചെയ്യേണ്ടത്. ഇത് 5 മിനിറ്റ് എങ്കിലും ഈ പ്രൊസീജിയർ തുടരുക. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ആ വിരൽ കൊണ്ട്, നമ്മുടെ തള്ളവിരലുകൾ കൊണ്ട് ഓരോ നട്ടലിന്റെ ഇടയിലൂടെ നമുക്കിങ്ങനെ ഓരോന്നായിട്ട് മസാജ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോവുക. അങ്ങനെ എല്ലാം കൂടി ചേർത്ത് ഒരു 5 മിനിറ്റോളം നമ്മൾ മസാജ് ചെയ്യുകയാണെങ്കിൽ, ദിവസം മസാജ് ചെയ്യുകയാണെങ്കിൽ ദിവസം 1 or 2 തവണ നിങ്ങൾക്ക് അത് ചെയ്യാം. അത് ആദ്യം ചെയ്ത് കാണിച്ചു കൊടുക്കുക, ബൈസ്റ്റാൻഡറോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഇതിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് രോഗിക്ക് വളരെ സുഖ അനുഭവവും ബെഡ് സോർ ഉണ്ടാകാതിരിക്കുകയും ചെയ്യുമെന്നൊന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഒരു തവണ ചെയ്യുന്നത് അവരെ കൃത്യമായിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ പിന്നീടുള്ള സമയങ്ങളിൽ അവര് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇത് ശ്രദ്ധിക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞ ശേഷം രോഗിയെ നമ്മൾ അവരുടെ ഡ്രസ്സ് ധരിക്കാനായിട്ട് സഹായിക്കും. ഇനി ഇതിന് ശേഷം ഉണ്ടാകുന്ന ആ വേസ്റ്റ് ഒക്കെ ഉണ്ടാവില്ല, നമ്മളവിടെ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, പിന്നെ എന്തെങ്കിലുമൊക്കെ അഴുക്ക് ചിലപ്പോൾ വീടിനുണ്ടാവും, ചിലപ്പോൾ മുടി ഉണ്ടാവും, ചിലപ്പോൾ സോപ്പിന്റെയോ പൗഡറിന്റെയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് ഉണ്ടാവില്ല. അത് എന്താണോ, ഏത് രീതിയിലാണോ നിങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് ഇൻസ്ട്രക്ഷൻസ് ഉള്ളത് അതുപോലെ ചെയ്യുക. റീയൂസ് ചെയ്യേണ്ട സാധനങ്ങൾ ഉണ്ടാവും, അപ്പൊ ആ പുനരുപയോഗത്തിനുള്ളവ അണുവിമുക്തമാക്കിയതിന് ശേഷം അത് സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കുക. അതിനുശേഷം കൈകൾ വൃത്തിയായി കഴുകുക.
രോഗി പരിചരണത്തിന്റെ ഭാഗമാകുന്ന വ്യക്തി എന്ന നിലയിൽ അവരുടെ വ്യക്തി ശുചിത്വം നിലനിർത്തുന്നതിൽ നമുക്ക് വളരെയധികം റോൾ ഉണ്ടെന്ന് മനസ്സിലായല്ലോ. അപ്പൊ അത് ഏതാണെങ്കിലും, അതായത് രോഗി പരിചരണത്തിന്റെ ഏത് തരത്തിലുള്ള പരിചരണമാണെങ്കിലും അത് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് ഡ്യൂട്ടി നഴ്സിംഗ് ഓഫീസർ ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റു മേലുദ്യോഗസ്ഥരുണ്ടാവും. അവരുടെ നിർദ്ദേശാനുസരണം കൃത്യമാണ് അത് അന്വേഷിക്കാനായിട്ട് മറക്കുകയേ ചെയ്യരുത്. നിർദ്ദേശമില്ലാതെ ഒന്നും ചെയ്യുകയും ചെയ്യരുത്. മനസ്സിലായോ? ഇപ്പം പേഷ്യന്റ് ഉണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് ചെയ്യാം, ബട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നതിന് മുമ്പ് രോഗിയുടെ ദേഹത്ത് തൊട്ട് ചെയ്യുന്ന ഏത് പ്രവർത്തനവും നിങ്ങളുടെ മേലുദ്യോഗസ്ഥരുടെ സമ്മതത്തോടു കൂടി മാത്രമേ, നിർദ്ദേശത്തോടു കൂടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കാരണം കേസ് ഷീറ്റിനകത്ത് എഴുതിയിട്ടുള്ള ചില വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാവും. ഓരോ രോഗികൾക്കും അത് വ്യത്യസ്തമായിരിക്കും. അപ്പൊ അതിലെ രോഗിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയോ അവരുടെ അവസ്ഥ അപകടത്തിലാക്കുന്നതോ ആയിട്ടുള്ള എന്തെങ്കിലും പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. ഓക്കെ. ഇനി ഹെയർ കെയർ. അമ്മയുടെ പടം കണ്ടല്ലോ, അവർക്ക് മുടി കുറവാണ്. അപ്പൊ ഇതുപോലെയുള്ള ഷോർട്ട് ഹെയർ ഒക്കെ ആയിരിക്കും എപ്പോഴും രോഗാവസ്ഥയിലായിട്ടുള്ള ആൾക്കാർക്ക്. ഇതുപോലെ ഷോർട്ട് ഹെയർ ആണെങ്കിൽ അവർക്ക് കെയർ കൊടുക്കുന്നവർക്കും ആ വ്യക്തിക്കും വളരെ കംഫർട്ടബിൾ ആയിരിക്കും. അപ്പൊ മുടി വൃത്തിയായിട്ട് ഇരിക്കുക എന്നുള്ളത്, വെറുതെ കുളിച്ചില്ലെങ്കിൽ പോലും മുടി നമ്മൾ ചീർപ്പ് കൊണ്ട് കുറച്ചു നേരം ഒന്ന് ചീകി കഴിഞ്ഞാലും മുടിയിൽ തലയോട്ടിയിലേക്കുള്ള രക്തയോട്ടം കൂടുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഹെയർ കെയർ വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു പേഴ്സണൽ കെയറിൽ. മുടിയുള്ള ഫീമെയിൽ പേഷ്യൻസിനാണെങ്കിൽ രോഗികളുടെ മുടി എന്നും വൃത്തിയായിട്ട്, അത് അവരോട് തന്നെ പറയാം, അവരുടെ കൂടെ ഇരിപ്പുകാരോട് തന്നെ പറയാം. എന്ത് ചെയ്യണം, നമ്മളിത് പേഷ്യന്റിനാണ് കെയർ കൊടുക്കുന്നത് അല്ലേ. അപ്പൊ അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. അത് കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. എല്ലാ കാര്യങ്ങളും ഇതുപോലെ A to Z അവർ ചെയ്യാന്നല്ല പറഞ്ഞത്. അതുകൊണ്ടാണ് പറയുന്നത് ബൈസ്റ്റാൻഡറെ കൂടി നമ്മുടെ പ്രവർത്തനങ്ങളിൽ കൂട്ടാളിയാക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ആബ്സെൻസിൽ പോലും, നമ്മുടെ അഭാവത്തിൽ പോലും അവർ ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് രോഗിക്ക് ക്രമം അനുസരിച്ച് ചെയ്യുള്ളൂ. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ. മുടി എന്തായാലും ചീകി രാവിലെ എന്നും അവരെ എണീപ്പിച്ചിരുത്താൻ പറ്റുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ കിടക്കുന്നവരാണ് ബെഡൊക്കെ നിലുവേ ചെയ്തിട്ട് അവരെ ഒന്ന് എണീപ്പിച്ചിരുത്തി ചാരിയിരുത്തി മുടിയൊക്കെ ഒന്ന് ചീകി കെട്ടി വൃത്തിയായിട്ട് വെക്കാനായിട്ട് അവരോട് ആവശ്യപ്പെടണം. അത് ചെയ്യാം. ചീപ്പ് ഉപയോഗിച്ച് ചെയ്യുമ്പോഴും എന്തിനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, തലയോട്ടിലെ രക്തയോട്ടം വർദ്ധിക്കുകയും ജടയൊന്നും കെട്ടാതെ വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും മുടി. ഓക്കെ. പിന്നെ ഇത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങൾ എപ്പോഴൊക്കെയാണ്? ഇത് ബൈസ്റ്റാൻഡർ ഒന്നും ഇല്ലാത്ത ആൾക്കാര്, പിന്നെ ICUലൊക്കെ ഉള്ള കിടപ്പും രോഗികൾ, ഇങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ തന്നെ ചെയ്തു കൊടുക്കേണ്ടി വരും. ഓക്കെ. ഇനി കിടപ്പ് രോഗികൾ, ICUലെ രോഗികൾ, ഇത് ബെഡ് ഷാമ്പു ആണ് കേട്ടോ. എങ്ങനെയാണ് കിടക്കയിലുള്ള ഒരാളിന്റെ മുടി കഴുകുന്നത് എന്നാണ്. അങ്ങനെ കഴുകാമോ എന്നൊക്കെ സംശയം തോന്നും. ഇങ്ങനെ കിടക്കുന്ന ഒരാളിന്റെ മുടിയൊക്കെ കഴുകാമോ? ബാത്റൂമിലൊന്നും പോകാതെ ചെയ്യാൻ പറ്റും. അത് അങ്ങനെ എന്തിനാണ് പിന്നെ അങ്ങനെ ചെയ്യുന്നത്? ബാത്റൂമിലൊക്കെ പോയിട്ട് എണീറ്റൊക്കെ നടന്നിട്ട് പോയി കുളിച്ചാൽ പോരെ? അങ്ങനെയല്ല. കുറേ ദിവസങ്ങളായിട്ട് തലയിൽ നമുക്ക് തന്നെ കുറേ ദിവസം നമ്മൾ തലയിൽ വെള്ളം ഒഴിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഫീൽ എങ്ങനെയായിരിക്കും? എങ്ങനെയും ഒന്ന് തലയിൽ വെള്ളം ഒഴിച്ച ഒരു ദിവസം ഒന്ന് കുളിക്കാൻ ഒരു കൊതി തോന്നില്ലേ? എന്തുകൊണ്ടാണത്? ഒരു ഫ്രഷ് ഫീലിംഗ് ആണ് അല്ലേ? നമ്മൾ തല നനച്ച് കഴിയുമ്പോഴേക്കും കിട്ടുന്ന ഒരു ഉന്മേഷം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇതെല്ലാം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശം കൃത്യമായിട്ടും വേണം. അവരുടെ പെർമിഷനോട് കൂടി മാത്രമേ നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ കിടപ്പ് രോഗികൾക്ക്, എസ്പെഷ്യലി ICUലൊക്കെ കിടക്കുന്നവർ, കുറേ നാളുകൾ കിടക്കുന്നവരായിരിക്കും ICUലൊക്കെ കിടക്കുന്നവരല്ലേ. പിന്നെ വാർഡുകളിലും മാസങ്ങളോളം കിടക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ ഇവർക്കൊക്കെ മുടി ഷാമ്പു ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഷാമ്പു ചെയ്യുന്നതിന് മുമ്പായിട്ട് കൈകൾ കഴുകുക. എല്ലാ പ്രൊസീജിയറിന് മുമ്പേ നമ്മൾ കൈകൾ കഴുകണം. അതുപോലെ തന്നെ ഇതിന് കഴുകുക. ആവശ്യമുള്ള വസ്തുക്കളെല്ലാം ബെഡിന്റെ അടുത്ത് ക്രമീകരിക്കുക. നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? രോഗിയെ പൊസിഷൻ ചെയ്യണം. നമ്മൾ ബെഡൊന്നും നനയാൻ പാടില്ലല്ലോ. അപ്പൊ അതിനെങ്ങനെയാണ് രോഗിയുടെ ആ പിക്ചറിലൊന്ന് നോക്കിക്കോ. അത് രോഗിയുടെ തലയണയൊക്കെ മാറ്റിയിട്ട് ബെഡിന്റെ ഒരറ്റത്തേക്ക് തല കൊണ്ട് വെച്ചേക്കാണ് അല്ലേ. പതുക്കെ തല ഇങ്ങനെ, പേഷ്യന്റ് നീങ്ങാൻ പറ്റുന്ന പേഷ്യന്റ് ആണെങ്കിൽ അവരോട് പറയുക, പതുക്കെ നീങ്ങി ബെഡിന്റെ ഒരു അറ്റത്തേക്ക് തല കൊണ്ടുവന്ന് വെക്കാം. കുറച്ച് അറ്റത്തേക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ഏറ്റവും അറ്റത്തേക്ക് തല കുറച്ച് താഴോട്ട് ഇരുന്നാലും കുഴപ്പമില്ല. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. കഴുത്തൊന്നും വെച്ച് ബുദ്ധിമുട്ടാണ്. തലയണ നീക്കി വെക്കണം. പിന്നെ അവർക്ക് അഥവാ കുറച്ചുകൂടെ സൗകര്യത്തിന് കിടക്കണമെന്നുണ്ടെങ്കിൽ ആ തലേന്ന് മാറ്റിയല്ലോ. കാരണം തലേന്ന് മാറ്റിയാലേ നമുക്ക് ഇത് കഴുകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ബെഡൊക്കെ വൃത്തികേടാവും. അപ്പൊ വേണമെങ്കിൽ അവർക്ക് കാലിനോ നടുവിനോ ഇപ്പൊ തലയുടെ വേണമെന്ന് പറയുകയാണെങ്കിൽ അത് വെച്ച് കൊടുക്കാം. എന്നിട്ട് രോഗിയുടെ തല മുതൽ കഴുത്ത് വരെ അടിഭാഗത്തായിട്ട് റബ്ബർ ഷീറ്റ് വിരിക്കണം.
ഓക്കെ. അത് ബെഡ് നനയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റബ്ബർ ഷീറ്റ് വിരിക്കുന്നത്. എന്നിട്ട് അതിന്റെ പുറത്തായിട്ട്, ആ റബ്ബർ ഷീറ്റിന്റെ പുറത്തായിട്ട് ഒരു ടവൽ വിരിക്കുക. ടവലില്ലെങ്കിൽ ഒരു തോർത്ത്, അവരുടെ കയ്യിലുള്ള തുണി എന്താണോ അത്. എന്നിട്ട് വേറൊരു റബ്ബർ ഷീറ്റ് എടുത്തിട്ട് നമ്മളൊന്ന് ചുരുട്ടുക. ഒരറ്റം ഇങ്ങനെ ചുരുട്ടിയിട്ട് വളച്ചു വെക്കുക. ഒരു ഫണൽ പോലെ പോലെ വളച്ചു വെക്കുക. അപ്പൊ മനസ്സിലായോ? ഒരു പോലെ വളച്ചു വെക്കുക. അതെന്തിനു വേണ്ടിയിട്ടാണ്? അത് കഴുത്തിനടിയിൽ വെച്ചിട്ട് അതിന്റെ ഒരു ഭാഗം നമ്മൾ പകുതിയെ ചുരുട്ടിയിട്ടുള്ളൂ. ആ പകുതി ചുരുട്ടിയ ഭാഗവും ബാക്കി പിന്നെ നിവർന്ന് കിടക്കുകയാണ്. എന്നിട്ടാണ് ആ ചുരുട്ടിയ ഭാഗത്തെയാണ് നമ്മൾ പോലെ ഇങ്ങനെ വളച്ചു വെച്ചിട്ടുള്ളത്. അത് പേഷ്യന്റിന്റെ കഴുത്തിനടിയിലേക്ക് വെച്ചിട്ട് ഇത് അതിന്റെ തൂങ്ങിക്കിടക്കുന്ന അറ്റമുണ്ടല്ലോ, ബാക്കി നമ്മൾ ചുരുട്ടാത്ത അറ്റമുണ്ടല്ലോ, അത് താഴെ തറയിൽ ഒരു ബക്കറ്റ് വെച്ചിട്ട് ആ ബക്കറ്റിലേക്ക് നീട്ടി വെക്കുക. എന്താണെന്ന് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. നമ്മൾ ഒഴിക്കണ വെള്ളം എന്താണ്? അത് ഈ റബ്ബർ ഷീറ്റിലൂടെ ബക്കറ്റിലേക്ക് വീഴാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ഇതിങ്ങനെ നമുക്ക് വീടുകളിലാണെങ്കിൽ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റ് ഉണ്ടെങ്കിൽ അതും നമുക്ക് വീടുകളിൽ നമുക്ക് ചെയ്യാം. ഇതിപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ മാത്രമല്ല ഇതിങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. എവിടെയോ നമ്മുടെ വീടുകളിലൊക്കെ വെട്ടിട്ടം പേഷ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ചെയ്തുകൂടെ? അറിയാമെങ്കിലല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കൃത്യമായിട്ട് ഇപ്പോൾ എങ്ങനെ കുളിപ്പിക്കുന്നു, അത് ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് കുളിപ്പിക്കാൻ വേണ്ടി നമ്മൾ മാസങ്ങളോളം നോക്കിയിരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. പിന്നെ ചീപ്പ് ഉപയോഗിച്ച് എന്ത് ചെയ്യണം? മുടി നല്ല ഒന്ന് സ്ട്രൈറ്റ്, അത് ജടയൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? മുടി അഴിച്ച് ചീകുക. അപ്പൊ ആ ചീകുന്ന എല്ലാം ഈ മാക്കിൻടോഷ് ഈ റബ്ബർ ഷീറ്റിലൂടെയാണ്. അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ എങ്ങോട്ട് വീഴും? ഈ ബക്കറ്റിലേക്ക് വീണോളൂ. ഇനി വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യം എന്താണ്? ചെവികളിൽ കോട്ടൺ ബോൾ വെക്കണം. കോട്ടൺ ബോൾ വെച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? വെള്ളം നമ്മൾ ഒഴിക്കുന്ന വഴിയിൽ, കാരണം പേഷ്യന്റ് കിടക്കുകയാണ് അല്ലേ, കിടക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ നെറ്റിയിൽ നിന്ന് വെള്ളം ഒലിച്ച് ചെവിയിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെവിയിൽ ബോൾ വെക്കുക, 2 ചെവിയിൽ ബോൾ വെക്കുക, കോട്ടൺ ബോൾ വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇളം ചൂട് വെള്ളം നമ്മൾ നോക്കുക, വെള്ളത്തിന്റെ ടെമ്പറേച്ചർ ഒക്കെ നോക്കുക. നമ്മുടെ പുറം കയ്യിലൊന്ന് ഒഴിച്ച് നോക്കുക. വെള്ളം ചൂട് ആവശ്യത്തിനുള്ള ചൂടേ ഉള്ളൂ, ഭയങ്കര ചൂട് വേണ്ട, വെറും ജസ്റ്റ് ആ തണുപ്പൊന്ന് പിടിച്ചാൽ മാത്രം മതി. ഇളം ചൂട് വെള്ളത്തിൽ മുടി നനയ്ക്കുക. സോപ്പോ ഷാമ്പോ എന്താണെന്ന് വെച്ചാൽ അവരുടെ കയ്യിലുള്ളത് അതെടുത്തിട്ട് കയ്യിൽ പതച്ചിട്ട് തലയോട്ടിയിൽ തിരുമ്മി പതപ്പിക്കുക. ഓക്കെ. നല്ല പതപ്പിച്ച് മുടിയിൽ മുഴുവനാകുന്ന രീതിയിൽ പുരട്ടുക. അതിൽ നിന്ന് പിന്നെ ചെയ്യാനുള്ളത്, നമ്മൾ എങ്ങനെയാണോ തലമുടി സോപ്പൊക്കെ ഇട്ട് കഴുകുക, അല്ലെ ഷാമ്പു ഇട്ട് കഴുകുക, അതുപോലെ തന്നെ മെല്ലെ മെല്ലെ ഒഴിക്കണം എന്ന് മാത്രം. വെള്ളം കുറേശ്ശെ ഒരു കപ്പിൽ കോരിയിട്ട് കുറേശ്ശെയായിട്ട് ഒഴിച്ച് ഈ ബക്കറ്റിലേക്ക് തന്നെ, പുറത്തോട്ടും ബെഡിലോട്ടും ഒന്നും വെള്ളം വീഴാത്ത രീതിയിൽ വളരെ കെയർഫുൾ ആയിരിക്കണം. വെപ്രാളം ഒന്നും വേണ്ട, സാവധാനം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ആ സോപ്പ് അല്ലെങ്കിൽ ഷാമ്പു തലയിലുള്ളത് മെല്ലെ മെല്ലെ കഴുകി കളയുക. മുഴുവൻ സോപ്പും പോയി എന്ന് ഉറപ്പാക്കിയതിന് ശേഷം എന്ത് ചെയ്യാം? ആ ടവലുണ്ടല്ലോ, അതിൽ വേറൊരു ടവൽ എടുത്തിട്ട് പിന്നെ അതൊന്ന് തുടയ്ക്കുക. തുടച്ചതിന് ശേഷം കുറച്ച് തുടച്ച് കഴിയുമ്പോൾ ആ വെള്ളം ഒരുപാട് മുടിയൊന്നും ഉണ്ടാവില്ലല്ലോ. വലിയ മുടിയുള്ള രോഗികളൊന്നും ഇതുപോലെ കിടപ്പ് രോഗികളായി കിടക്കാൻ സാധ്യതയില്ല. എന്നാലും പറയാൻ പറ്റില്ല. മുടിയുടെ ഇതനുസരിച്ച് തുടയ്ക്കുക. തുടച്ചതിന് ശേഷം ആ ടവല് അടിയിൽ നിന്ന്, അതായത് ടവലല്ല, നമ്മൾ വളച്ചു വെച്ചിരുന്നില്ലേ ഒരു റബ്ബർ ഷീറ്റ്, അത് മെല്ലെ പേഷ്യന്റ് തലയെ മെല്ലെ പൊക്കിയിട്ട് അതിങ്ങനെ എടുത്ത് താഴെയുള്ള ബക്കറ്റിലേക്ക്, നമ്മളെ വേസ്റ്റ് വാട്ടർ ഇരുന്ന ബക്കറ്റിലേക്ക് തന്നെ ഇടുക. ഇട്ടതിന് ശേഷം നമ്മൾ ഓൾറെഡി ഒരു റബ്ബർ ഷീറ്റും ഒരു ടവലും അവിടെ വിരിച്ചിട്ടുണ്ടല്ലോ ബെഡിൽ. എന്നിട്ട് പേഷ്യന്റിനോട് കുറച്ച് സമയം മുടിയൊക്കെ ഇങ്ങനെ വിടർത്തിയിട്ടിട്ട് കുറച്ച് നേരം കൂടി അങ്ങനെ കിടക്കാൻ പറയുക. അങ്ങനെ കിടക്കുക കഴിയുമ്പോൾ കുറച്ച് നേരം അങ്ങനെ കിടന്നു കഴിയുമ്പോഴേക്ക് മുടിയിലെ ബാക്കി വെള്ളവും കൂടി ആ ടവലിലോ തോർത്തിലോ പിടിച്ചിട്ടുണ്ടാവും. അതിനുശേഷം എന്ത് ചെയ്യണം? കോട്ടൺ ബോൾ ചെവിയിൽ നിന്ന് മാറ്റണം. തല കഴുകിയ വെള്ളം ഉണ്ടല്ലോ, വേസ്റ്റ് വെള്ളം, അതെല്ലാം എവിടെയാണോ നിർമ്മാർജ്ജനം ചെയ്യേണ്ട, നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ സ്ഥാപനത്തിൽ എങ്ങനെയാണോ അത് ചെയ്യുന്നത് അതുപോലെ ചെയ്യും. റീയൂസ് ചെയ്യേണ്ട സാധനങ്ങളുണ്ടാവും. അതിലേതാണ് റീയൂസ് ചെയ്യേണ്ടത്? മാക്കിൻടോഷ് അല്ലേ, റബ്ബർ ഷീറ്റ് നമുക്ക് പിന്നീട് ഉപയോഗിക്കാം. അതിനെ എങ്ങനെയാണ്? അത് വൃത്തിയായിട്ട് കഴുകി തണലത്തിട്ട് ഉണക്കുക. തണലത്തിട്ട് ഉണക്കിയതിന് ശേഷം അത് നമ്മൾ ചുരുട്ടിയാണ് വെക്കുന്നത് അല്ലേ. പിന്നെ പ്രൊസീജിയർ എല്ലാ സാധനങ്ങളും ഒക്കെ തിരിച്ച് അതാത് സ്ഥാനത്ത് കൊണ്ടുവച്ചതിന് ശേഷം കൈകൾ കഴുകുക. കുറച്ച് കഴിയുമ്പോഴേക്ക്, അരമണിക്കൂറോ കഴിയുമ്പോഴേക്ക് ഇവരുടെ മുടി ഉണങ്ങിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ എപ്പോഴും മുടി ഉണങ്ങുന്നതിന് ശേഷം അവരോട് അവരുടെ സൗകര്യത്തിനനുസരിച്ച് മുടി കെട്ടിവെക്കാൻ ആവശ്യപ്പെടുക. ഓക്കെ. അപ്പൊ ഹെയർ ബെഡ് ഷാമ്പു ചെയ്യാന്നറിയാലോ. ഇനി മൗത്ത് കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ കിടക്കുന്ന രോഗിയുടെ വായ എങ്ങനെ വൃത്തിയാക്കുന്നു എന്നുള്ളതാണ് അല്ലേ. അപ്പം ഇതും മേലധികാരിയുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നമ്മൾ മൗത്ത് കെയർ കൊടുക്കാൻ പാടുള്ളൂ. ചിലപ്പോൾ ഇരുന്നുകൊണ്ട് ബ്രഷ് ചെയ്യാൻ പറ്റുന്ന രോഗികളുണ്ടാവും. കിടപ്പ് രോഗികളാണെങ്കിൽ പോലും അവർക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ബ്രഷ് കൊടുത്തു കഴിഞ്ഞാൽ അവർ തേക്കാൻ പറ്റും. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ മാത്രം ചെയ്താൽ മതി കേട്ടോ. അവരൊന്ന് സപ്പോർട്ട് ചെയ്താൽ മതി.
അതല്ല കിടപ്പ് രോഗികൾ കംപ്ലീറ്റ് ആയിട്ട് ബെഡ് റിഡൻ പേഷ്യൻ്റ് ആയിട്ടുള്ളത്, ICU പേഷ്യൻസ്, അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, നമ്മൾ മേലധികാരിയുടെ നിർദ്ദേശപ്രകാരം മൗത്ത് കെയർ കൊടുക്കും. അതിൽ അവിടെ ലഭ്യമാകുന്ന ഏതെങ്കിലും ഒരു മൗത്ത് കെയർ സൊല്യൂഷൻ ഉണ്ടാവുമെങ്കിൽ അതെടുക്കാം. അതല്ലെങ്കിൽ വെറുതെ നോർമൽ സലൈൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ. പിന്നെ രോഗിയുടെ മുമ്പൊക്കെ നേരത്തെ നമ്മൾ നാരങ്ങ നീരിൽ അല്പം ഒരു നുള്ളു ഉപ്പൊക്കെ ഇട്ടിട്ട് അതൊരു ഇതായിട്ട് കൊടുക്കുക. അത് പക്ഷെ ഭയങ്കര ഇഫക്റ്റീവാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അതും കൊടുക്കാം. പിന്നെ വായിൽ പൊട്ടലൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കാം. അങ്ങനെ വായിൽ നമ്മൾ കൊടുക്കുന്നതിന് മുമ്പ് വായ മുഴുവൻ ഒന്ന് പരിശോധിക്കണം. അവിടെ വായിൽ നാക്കിലോ അല്ല കവിളിലോ ഒക്കെ മുറിവുണ്ടോ, പല്ല് ഇളകിയിരിപ്പുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്തു തുടങ്ങാനായിട്ട്. ഇവിടെയും നമ്മൾ പല്ല് മൗത്ത് കെയർ കൊടുക്കുന്നതിന് മുമ്പ് പ്രൈവസി പ്രധാനമാണ്. രോഗിയുടെ സ്വകാര്യത ഉറപ്പുവരുത്തണം. കൈകൾ കഴുകിയതിന് ശേഷം നമ്മുടെ വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ എന്തൊക്കെയാണോ ആ പ്രൊസീജിയറിന് ആവശ്യമായിട്ടുള്ള PPEs എന്തൊക്കെയാണോ അത് ധരിക്കുക. പേഷ്യന്റിനെ നമ്മളൊന്ന് എലിവേറ്റ് ചെയ്തിരുത്തുക. ഹെഡ് എൻഡ് ഒന്ന് എലിവേറ്റ് ചെയ്തിരുത്തുക. എന്നിട്ടിരിക്കാൻ പറ്റുന്ന പേഷ്യന്റ് ആണെങ്കിൽ മെല്ലെ ഒന്ന് എണീപ്പിച്ചിരുത്തി കട്ടിലൊന്ന് എലിവേറ്റ് ചെയ്യാൻ, ബെഡ് ഒന്ന് എലിവേറ്റ് ചെയ്ത് ബാക്ക് റെസ്റ്റോ വല്ലതും വെച്ച് നമുക്ക് ബെഡ് എലിവേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അതല്ല ചില ബെഡ് നമുക്ക് അല്ലാതെ തന്നെ ഇപ്പോൾ അങ്ങനെയുള്ള ബെഡുകളുണ്ടല്ലോ, അത് എലിവേറ്റ് ചെയ്യുക. എനിവേ തലയുടെ ഭാഗം ഒന്ന് ഉയർത്തി വെക്കുക. ഇതൊന്നും പറ്റിയില്ലെന്നുണ്ടെങ്കിൽ 2 പില്ലോ എങ്കിലും വെച്ച് എന്ത് ചെയ്യണം, പേഷ്യന്റ് തല ഭാഗം ഉയർത്തി വെക്കുക. അതിന്റെ കഴുത്തിലൂടെ ഒരു ടവല് വിരിക്കുക. അതിനുശേഷം ഒരു ഫോഴ്സപ്സിൽ നമ്മൾ വിരൽ കൊണ്ടൊന്നും ബെഡ് പേഷ്യൻസിന്റെ വായിൽ വിരലൊന്നും കൊണ്ട് ഇട്ടേക്കരുത്. നിങ്ങളുടെ എന്ത് ചെയ്യണം, ഒരു ആർട്ടറി ഫോഴ്സപ്സിൽ ഗോസ് പീസ് വെള്ളത്തിൽ മുക്കി സോക്ക് ചെയ്ത സാധനം നല്ലപോലെ സ്ക്യൂസ് ചെയ്യണം. നല്ലതുപോലെ പിഴിഞ്ഞെടുക്കണം. അതെങ്ങനെ പിഴിഞ്ഞും കൈ കൊണ്ടൊന്നുമല്ല, ഗ്ലൗസ് ഇട്ടേക്കുവാണെങ്കിൽ ഗ്ലൗസ് കൊണ്ട് പിഴിയാം, ഗ്ലൗസ് ഉപയോഗിക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, പേഷ്യന്റെ വായ മെല്ലെ തുറക്കാൻ ആവശ്യപ്പെടുക. ബോധമുള്ള പേഷ്യന്റ് ആണെങ്കിൽ. അതല്ല, ബോധമില്ലാത്ത പേഷ്യന്റ് ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ടങ് ഡിപ്രസറൊക്കെ ഉപയോഗിക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു അസിസ്റ്റന്റിന്റെ സഹായം വേണ്ടി വരും, വേറൊരാളുടെ സഹായം തന്നെ വേണ്ടി വരും വായ തുറപ്പിക്കാൻ. എനിവേ ഗോസ് പീസ് ഉപയോഗിച്ച് നമ്മൾ പല്ലുകൾ ഒന്ന് തുടയ്ക്കുമ്പോൾ അറിയാൻ പറ്റും അവർ കഴിച്ച ആഹാരത്തിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ മറ്റെന്തെങ്കിലും ചിലപ്പം എന്താ പറയുക, നേരത്തെ തൊട്ട് മുമ്പേ കഴിച്ച ആഹാരത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടാവും അവിടെ, അല്ലേ? അപ്പൊ അതൊക്കെ നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കിയിട്ട് തുടച്ചെടുക്കുക, വായ വൃത്തിയാക്കുക എന്നുള്ളത്. നല്ല വെള്ളം ഉപയോഗിച്ച് കഴുകാൻ പറ്റുന്നവരോട് എന്ത് ചെയ്യുക, വെള്ളം കൊടുക്കുക. അവർ വായിലൊഴിച്ചിട്ട് തുപ്പുന്നുണ്ടാവും. ദെൻ പല്ലുകളൊക്കെ തുടച്ചതിന് ശേഷം ഇതുപോലെ തന്നെ എല്ലാ പല്ലുകളും കേട്ടോ. അത് കഴിഞ്ഞിട്ട് കണ്ണുകൾ, നമ്മൾ പല്ല് തേച്ചിട്ട് നമ്മൾ മുഖം കഴുകാറുണ്ട് അല്ലേ, അതുപോലെ ഇവർക്ക് എന്ത് ചെയ്യുക, 2 കോട്ടൺ ബോൾ എടുത്ത് വെള്ളത്തിൽ മുക്കിയിട്ട് കണ്ണുകൾ ഒന്ന് നനച്ച് ഒന്ന് തുടയ്ക്കുക. ഒന്ന് മേളിൽ നിന്ന്, അതായത് അകത്തു നിന്ന് പുറത്തേക്ക്, കണ്ണിന്റെ ഇവിടെ നിന്ന് പുറത്തേക്ക് തുടയ്ക്കുക. ഓക്കെ. ഇനി മുഖം ഒരു ടവലും കൊണ്ട് മുഖം കൂടെ ഒന്ന് തുടച്ചാൽ ഒന്ന് പല്ല് തേച്ച് മുഖം കഴുകിയതിൻ്റെ ഒരു ഫീല് പേഷ്യന്റിന് ഉണ്ടാകും. അതിനുശേഷം പേഷ്യന്റിനെ തിരിച്ച് അവരുടെ പൊസിഷനിലേക്ക് കിടത്തുക. സൗകര്യമുള്ള ഈ പറയുന്ന വേസ്റ്റ് ഇതിനകത്ത് കൂടുതൽ ഉണ്ടാവും. കാരണം അവരുടെ പല്ലിന്റെ എണ്ണം അനുസരിച്ചാണ്. എത്രയോ പല്ലുണ്ടോ അത്രയും ചിലപ്പോൾ കോട്ടൺ ബോളോ അല്ലെങ്കിൽ ഗോസ് പീസോ വേണ്ടി വരും. ഇത് വേസ്റ്റ് എങ്ങനെയാണോ നിങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്ന ആ രീതിയിൽ ചെയ്യുക. എന്നിട്ട് ആർട്ടറി ഫോസപ്സ് പോലെയുള്ള നമ്മൾ റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രുമെന്റ്സ് എന്ത് ചെയ്യണം, അണുവിമുക്തമാക്കിയ ശേഷം നിങ്ങൾ ഡബിൾ ബോയിലിംഗ് അല്ലെങ്കിൽ ഓട്ടോക്ലേവ് അങ്ങനെ എന്താണെന്ന് വെച്ചാൽ സ്റ്റെറിലൈസേഷനിലേക്ക് ചെയ്യുക. നിങ്ങളുടെ കൈകൾ വാഷ് ചെയ്യുക. ഓക്കെ. ഇനി സ്പഞ്ച് ബാത്ത് എന്ന് പറയുമ്പോൾ ശരീരം ശുദ്ധിയാക്കലാണ് അല്ലേ. കെട്ടിൽ കിടക്കുന്ന ഒരാളിനെ എങ്ങനെയാണ് അവരുടെ ദേഹം വൃത്തിയാക്കുന്നത്, വെള്ളവും സോപ്പും ഉപയോഗിച്ച് എങ്ങനെ വൃത്തിയാക്കാന്നുള്ളതാണ്. ഇതൊക്കെ വീടുകളിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ ചെയ്യണം. പക്ഷെ ഇതുപോലൊരു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ തുടയ്ക്കുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ, ആ രീതിയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സെഷൻ നിങ്ങൾക്ക് വെച്ചിട്ടുള്ളത്. അതിന്റെ പ്രയോജനവും. ഓക്കെ. അപ്പൊ നമ്മൾ ശരീരം ശുദ്ധിയാക്കുന്നതിനാണ് സ്പഞ്ച് ബാത്ത് എന്ന് പറയുന്നത്. സ്പഞ്ച് ബാത്ത് നിങ്ങൾ പേര് കേട്ടിട്ടുണ്ടാവും, സ്പഞ്ച് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ, സ്പഞ്ച് ബാത്ത്. അപ്പൊ സ്വന്തമായി കുളിക്കാൻ സാധിക്കാത്തവർക്കും കിടപ്പ് രോഗികൾക്കുമാണ് നമ്മൾ സാധാരണയായിട്ട് സ്പഞ്ച് ബാത്ത് കൊടുക്കുന്നത്. അത് ചിലപ്പോൾ ഈ പറയുന്ന എല്ലാവരും ബെഡ്രിഡൻ ആവണമെന്നില്ല. പ്രസവിച്ചൊക്കെ കിടക്കുന്ന സ്ത്രീകൾ അവർക്ക് ചിലപ്പോൾ അന്ന് ആദ്യത്തെ ദിവസമൊന്നും ചിലപ്പോൾ എണീറ്റ് പോയി ബാത്റൂമിൽ പോയി കുളിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് നമ്മൾ സ്പഞ്ച് ബാത്ത് കൊടുക്കും. അപ്പൊ അത് അവരെ കിടപ്പ് രോഗിയെന്ന് നമുക്ക് അതിലേക്ക് ഇടാൻ പറ്റില്ല. എങ്കിലും അത് പറഞ്ഞാൽ സ്വന്തമായിട്ട് കുളിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇരിക്കുന്ന ഒരാളിന് നമുക്ക് എന്ത് ചെയ്യാം, സ്പഞ്ച് ബാത്ത് നൽകാം.
അപ്പൊ ഇതിലും തന്നെ രോഗിയുടെ സ്വകാര്യത നമ്മൾ ആദ്യമായിട്ട് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ആവശ്യമായ സാധനങ്ങളെല്ലാം ബെഡിനടുത്ത് സജ്ജീകരിക്കണം. അതിനകത്ത് വേണ്ട സാധനം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്താണ്? ചെറു ചൂടുവെള്ളമാണ് വേണ്ടത്. തണുത്ത വെള്ളത്തിൽ, ഐസ് വാട്ടറിലോ ഒന്നും സ്പഞ്ച് ബാത്ത് കൊടുക്കരുത്. കൊടുക്കുന്ന സന്ദർഭങ്ങളുണ്ട്. നല്ല ടെമ്പറേച്ചറൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ഇതുപോലെ തണുത്ത വെള്ളത്തിൽ കൊടുക്കാറുണ്ട്. അപ്പൊ ഇതിവിടെ അതല്ല. സാധാരണ നമ്മൾ സ്പഞ്ച് ബാത്തിന് ചെറിയ ചൂടുവെള്ളമാണ്. സോപ്പ് വേണം, ടവൽ വേണം, മോയ്സ്ചറൈസേഴ്സ് പോലെയുള്ള ബോഡി ലോഷൻസോ ലേപനങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണം. ഇനി നമ്മൾ സ്പഞ്ച് ബാത്ത് കൊടുക്കാൻ നേരത്തെ പേഷ്യന്റ് എപ്പോഴും നമ്മൾ പ്രൊസീജിയർ ചെയ്യുമ്പോൾ പേഷ്യന്റ് ഏത് സൈഡിലാണ് നിൽക്കണമെന്ന് അറിയാമോ? രോഗിയുടെ വലത് വശത്താണ് നമ്മൾ നിൽക്കേണ്ടത്. ഓക്കെ, രോഗിയുടെ വലതുവശത്ത് നിന്നാണ് നമ്മൾ പ്രൊസീജിയറുകളൊക്കെ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ വലതുവശത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ രോഗിയെ നമ്മുടെ അടുത്തേക്ക് നീക്കുക. അടുത്തേക്ക് എന്ന് പറയുമ്പോൾ വലതുവശത്തേക്ക് നീക്കി വെക്കുക, കിടത്തുക. അവരോട് നീങ്ങി കിടക്കാൻ ആവശ്യപ്പെട്ടാലും മതി. അല്ലെങ്കിൽ മെല്ലെ മറ്റൊരു 2 പേരുടെ സഹായത്തോടു കൂടി പേഷ്യന്റിനെ വലിച്ച് കട്ടിലേലിട്ട് വലിക്കരുത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അവരുടെ ദേഹത്ത് പുറം തൊലി പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്, അല്ലേ? ഫ്രിക്ഷൻ കൊണ്ട്. അപ്പൊ പതുക്കെ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് പേഷ്യന്റിനെ അടുത്തേക്ക് നീക്കി കിടത്തുക. അതിനുശേഷം നമ്മൾ പേഷ്യന്റ് നേരത്തെ തന്നെ നമ്മൾ ബെഡ് ചെയ്യുമ്പോൾ ഇത്തരം ബെഡിടം പേഷ്യൻസിന് റബ്ബർ ഷീറ്റും ടവലും ഉണ്ടാവുമല്ലോ, അതിന്റെ പുറത്തുണ്ടാവുമല്ലോ. അപ്പൊ അതും നമ്മൾ കൃത്യമായിട്ട് ഈ പറയുന്ന ബെഡ് നനയാതിരിക്കാനുള്ള പ്രൊവിഷൻ ഇതും കൂടി നോക്കുക, മെഷേഴ്സും കൂടി നോക്കുക കേട്ടോ. എന്നിട്ട് സൗകര്യപ്രദമായ രീതിയിൽ പേഷ്യന്റിനെ കിടത്തുക. പില്ലോ വേണമെങ്കിൽ പില്ലോ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. ഇപ്പൊ ആദ്യം ചെയ്യുന്നത് തലയും മുഖവും ഒക്കെയാണ്, കഴുത്തും ഒക്കെയാണ്. അപ്പൊ രോഗിയുടെ ഷീറ്റ് എടുത്ത് കവർ ചെയ്യുക. കാരണം തുടയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് തണുപ്പ് അനുഭവപ്പെടും, ദേഹം മുഴുവൻ തണുപ്പ് അനുഭവപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ കവർ ചെയ്യുക. നമ്മൾ തുടയ്ക്കുന്ന ഭാഗം മാത്രം ആ സമയത്ത് തുണി മാറ്റുക. തുണി മാറ്റുക എന്ന് വെച്ചാൽ എക്സ്പോസ് ചെയ്യുക, അത് മാത്രം പുറത്ത് കണ്ടാൽ മതി. അപ്പോൾ നമ്മൾ തുടയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് തലയും കഴുത്തുമാണ് തുടയ്ക്കുന്നതുകൊണ്ട് തന്നെ തലയുടെ അടിയിൽ ഒരു തോർത്തോ ടവലോ വിരിക്കുക. വെള്ളം ബെഡിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒരു തുണിയിൽ നമ്മൾ നമ്മുടെ വ്യക്തി സുരക്ഷാ ഉപാധികൾ എന്തായാലും ധരിക്കണം. അതിനുശേഷം എന്ത് ചെയ്യണം? ഒരു ടവൽ എടുത്തിട്ട് ടവല് വെള്ളത്തിൽ മുക്കി എന്ത് ചെയ്യുക? പിഴിഞ്ഞ് വെള്ളത്തിൽ മുക്കിയിട്ട് പിഴിഞ്ഞ്, ചെറിയ ചൂടുവെള്ളമാണ് എടുക്കുന്നത്, വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ് രോഗിയുടെ ഫേസ് ആണ് ആദ്യം നടക്കുന്നത്. അപ്പോൾ അതില് ചെവിയിൽ, ഇവിടെയും ചെവിയിൽ വെള്ളം വീഴാനുള്ള സാധ്യതയുണ്ട്, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? ചെവിയിൽ വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കോട്ടൺ ബോള് വെച്ച് കൊടുക്കുക 2 ചെവിയിൽ. അതിനുശേഷം ഒരു ബോള് വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കണ്ണ് കുറച്ചുകൂടെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ്, വളരെ ഇതായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട അവയവമായതുകൊണ്ട് തന്നെ അത് തുടച്ച് തുടക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. കണ്ണ് 2 കോട്ടൺ ബോൾ എടുത്ത്, നേരത്തെ നമ്മൾ മൗത്ത് കെയർ ചെയ്യില്ലേ, അതുപോലെ തന്നെ 2 കോട്ടൺ ബോൾ എടുത്ത് കണ്ണുകൾ തുടയ്ക്കുക. അകത്തു നിന്ന് പുറത്തേക്കാണ് തുടയ്ക്കേണ്ടത് കേട്ടോ. ഈ മൂക്കിന്റെ ഈ ഭാഗത്ത് എന്താണ് അകം എന്ന് പറയുന്നത്, അവിടെ നിന്ന് നമ്മളിങ്ങനെ പുറത്തേക്ക് തുടയ്ക്കുന്നതിനാണ്, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ചിലപ്പോൾ ഒരു തവണ തുടയ്ക്കുമ്പോൾ ചിലപ്പോൾ അഴുക്ക് കൂടുതലുണ്ടാവും. അങ്ങനെയാണെങ്കിൽ മറ്റൊരു കോട്ടൺ ബോൾ എടുത്ത് വേണം രണ്ടാമത് ചെയ്യാൻ. ഓക്കെ, അതിനുശേഷം ഈ പറഞ്ഞ നമ്മൾ ടവൽ നനച്ചല്ലോ, ഉപയോഗിച്ചിട്ട് അത് പിഴിഞ്ഞ് മുഖത്തിന്റെ മുകൾ ഭാഗം തൊട്ട് കഴുത്ത് വരെ തുടയ്ക്കുക. നെറ്റി തൊട്ട് താഴേക്ക് കഴുത്ത് വരെ തുടയ്ക്കുക. ആദ്യം വെള്ളം കൊണ്ട് തുടയ്ക്കുക. അത് കഴിഞ്ഞ് വേറൊരു ടവൽ എടുക്കുക. 2 പീസ് എടുക്കണം. ടവൽ തന്നെ വേണമെന്നില്ല, തുണി കഷ്ണമായാലും മതി, കോട്ടന്റെ തുണി കഷ്ണം ആയാലും മതി. ഓക്കെ, കോട്ടൺ തുണിയുടെ ഒരു പീസ് ആയാലും മതി. അപ്പൊ 2 ഉപയോഗിക്കണം. ഒന്ന് സോപ്പ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടും ഒന്ന് വെള്ളത്തിലെടുക്കുന്നതിന് വേണ്ടിയിട്ട്. ആ 2 പാത്രവും വേണം നമുക്ക്. സോപ്പ് ഒരു അടുത്ത തുണി എടുത്തിട്ട് സോപ്പ് വെള്ളം നനച്ച് സോപ്പ് പതച്ച് അതെന്ത് ചെയ്യണം? നേരത്തെ എങ്ങനെയാണ് നമ്മൾ വെള്ളം തുടച്ചത്, അതായത് നമ്മൾ കുളിക്കുമ്പോൾ എങ്ങനെയാണ്? കുളിക്കുമ്പോൾ തലയിൽ ആദ്യം ദേഹത്ത് വെള്ളം കോരി ഒഴിക്കുക, എല്ലാം നനഞ്ഞതിന് ശേഷമാണ് നമ്മൾ സോപ്പ് പതയ്ക്കുന്നത്, അല്ലേ? സോപ്പ് പതച്ച് സോപ്പ് എല്ലായിടും ഇട്ടതിന് ശേഷം എന്ത് ചെയ്യുന്നു? വീണ്ടും ആ സോപ്പ് പത പോകാൻ വേണ്ടി നമ്മൾ വെള്ളം തട്ടും. ഇതേ മെത്തേഡിലാണ് നമ്മളെ ശരീരഭാഗങ്ങളെല്ലാം തന്നെ പക്ഷെ ഇവിടെ തുടയ്ക്കുന്നു മാത്രം, വെള്ളം ഒഴിക്കുന്നില്ല. മനസ്സിലായല്ലോ? അതിനുശേഷം ഈ വെള്ളം വെച്ച് തുടച്ചതിന് ശേഷം സോപ്പ്, ആദ്യം വെള്ളം പിന്നെ സോപ്പ്, അതിനുശേഷം പിന്നെയും വെള്ളം കൊണ്ട് തുടച്ചതിന് ശേഷം എന്ത് ചെയ്യണം? ഒരു ഉണങ്ങിയ ടവൽ നമ്മൾ അതിനുവേണ്ടി മാറ്റി വെച്ചേക്കണം. ആ ടവൽ ഉപയോഗിച്ച് ആ തുടച്ച ഭാഗം വെള്ളം ഒപ്പിയെടുക്കുക, വെള്ളം തുടച്ചെടുക്കുക. എന്നിട്ട് ഇനിയാണ് അടുത്ത ഓരോരോ ശരീരഭാഗങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടത്. അപ്പൊ മുഖവും കഴുത്തും ചെവിയും തുടച്ചതിന് ശേഷം പിന്നെ ആദ്യം നമ്മൾ പേഷ്യന്റെ വലതുവശത്തല്ലേ നിൽക്കുന്നത്, നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ, അതായത് ഇടതുവശത്തെ, രോഗിയുടെ ഇടതുവശത്തെ കൈയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇടത് സൈഡ്, അതായത് നമ്മുടെ അടുത്തുനിന്ന് ദൂരെയുള്ള ശരീരഭാഗമാണ് ആദ്യം ചെയ്യുന്നത്. അതെന്തിനാണ് അങ്ങനെ ചെയ്യണമെന്ന് അറിയാമോ?
നമ്മൾ ആദ്യം നമ്മളോട് ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന, അതായത് നമ്മുടെ അടുത്ത് ഇരിക്കുന്ന ശരീരഭാഗം ചെയ്തിട്ട് പിന്നീട് നമ്മൾ അപ്പുറത്തെ സൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മളെ രോഗിയുടെ മേലേക്ക് ഇങ്ങനെ കൈ എത്തിയിട്ടാണ് ആ ഭാഗം ചെയ്യുന്നത്. അപ്പോൾ ഈ ആദ്യം ചെയ്ത സൈഡൊക്കെ ചിലപ്പോൾ നമ്മുടെ ഡ്രസ് യൂണിഫോമിന്റെ കൊണ്ടോ അല്ലെങ്കിൽ അഴുക്ക് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ആദ്യം എന്ത് ചെയ്യേണ്ടത്, മറുവശം ആദ്യം ചെയ്യണം. നമ്മുടെ സൈഡോട് ചേർന്നിട്ടുള്ള ഭാഗമല്ല, മറ്റേ വശത്ത് ആദ്യം ചെയ്യണം. അത് കൈയാണെങ്കിലും കാലാണെങ്കിലും. ഓക്കെ. അതും ഇതുപോലെ തന്നെ നമ്മൾ മുഖം എങ്ങനെയാണോ ചെയ്തത് അതുപോലെ. എവിടുന്നാണ്, കൈയുടെ മേളിൽ നിന്നല്ല, അതായത് കൈക്കുഴിയിൽ നിന്നല്ല ചെയ്ത് തുടങ്ങേണ്ടത്. എവിടുന്നാണ്, നമ്മുടെ കൈപ്പത്തിക്ക് തൊട്ട് താഴെ അല്ലെ, റിസ്റ്റ് എന്ന് പറയത്തില്ലേ നമ്മളെ, ഇവിടുന്ന് മുകളിലേക്കാണ് തുടയ്ക്കേണ്ടത്, കൈക്കുഴി വരെ. ഓക്കെ. അപ്പോൾ ആദ്യം മറ്റത് പറഞ്ഞ പോലെ തന്നെ ആദ്യം വെള്ളം കൊണ്ട്, പിന്നെ സോപ്പ് കൊണ്ട്, പിന്നെ വീണ്ടും വെള്ളം കൊണ്ട് അത് തുടച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഉണങ്ങിയ തുണി കൊണ്ട് അത് തുടച്ചെടുക്കുക. അപ്പൊ ഏത് ശരീരഭാഗം ചെയ്യുമ്പോഴും ചെയ്തു തുടങ്ങുന്നതിന് മുമ്പ് ശരീരത്തിന്റെ അടിയിൽ, ഇപ്പൊ തലയുടെ അടിയിൽ നമ്മളൊരു ടവലിട്ടിരുന്നു, അതുപോലെ കൈയുടെ അടിയിൽ ഒരു ടവലിടണം, കാല് ചെയ്യുമ്പോൾ കാലിന്റെ അടിയിൽ ടവലിടണം, അങ്ങനെ. ഓക്കെ. അപ്പോൾ അപ്പുറത്തെ സൈഡിലെ കൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇപ്പുറത്തെ സൈഡിൽ, അത് നമ്മുടെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്തെ കൈ ഇതുപോലെ. കൈ തുടയ്ക്കുന്നത് കൈക്കുഴിയിൽ നിന്ന് താഴേക്കല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം കൈയെ വെച്ച് നോക്കുമ്പോൾ കൈക്കുഴിയിലാണ് ഏറ്റവും കൂടുതൽ അഴുക്കുള്ളത്. അപ്പോൾ കൈയുടെ ഈ മണിബന്ധം, അതായത് നമ്മുടെ റിസ്റ്റിൽ നിന്ന് കൈപ്പത്തിയിലെ തൊട്ട് താഴെയുള്ള ഭാഗത്തു നിന്ന് മുകളിലേക്കാണ് പൈപ്പ് ചെയ്യേണ്ടത്, എല്ലാ ഭാഗവും. ഓക്കെ. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മറ്റ് ഇതിലേക്ക് നോക്കാം. അതായത് ഇപ്പൊ കൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താ, കയ്യിൽ നഖം വളർന്നിട്ടുണ്ടോ എന്ന് നോക്കണം, അല്ലേ? നഖം വളർന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് കട്ട് ചെയ്യാനായിട്ടുള്ള നെയിൽ കട്ടർ നമ്മൾ കൂടെ കരുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സ്പഞ്ച് ബാത്ത് ചെയ്യുന്നതിന് മുമ്പ് ഇവരുടെ ഇത്തരം കാര്യങ്ങളൊക്കെ നേരത്തെ വന്ന് നോക്കിയിട്ട് വേണം പോകാൻ. എന്നാലേ ഈ സാധനം കൂടി നമ്മൾ എടുത്തുകൊണ്ട് വരാൻ സാധിക്കുള്ളൂ. ഓക്കെ. നഖം ഉണ്ടെങ്കിൽ ആ നഖം അപ്പോഴേ കുതിർന്നിട്ടുണ്ടാവും. ഒന്ന് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്താൽ മതി. ഒന്ന് വെള്ളത്തിൽ നമ്മൾ കൊണ്ടുപോയ വെള്ളത്തിൽ ഒന്ന് മുക്കി വെച്ച് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, അത് സോക്ക് ചെയ്ത് അത് ഇങ്ങനെ കുതിർന്നിരിക്കും. അപ്പൊ വെട്ടാൻ എളുപ്പമാണ്, അല്ലേ? ഇനി നെഞ്ച് തുടയ്ക്കുന്ന വെച്ചാൽ ഫീമെയിൽ പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, മുഴുവനായിട്ട് ഡ്രസ്സിങ് മാറ്റില്ല. നമ്മൾ പുതച്ചിരിക്കുന്ന നമ്മളൊരു ടവലുണ്ടല്ലോ, നമ്മൾ അടിയിലിടുമെന്ന് പറഞ്ഞില്ലേ, നമ്മൾ ഓരോ ഭാഗം തുടയ്ക്കുമ്പോൾ അടിയിലൊരു ടവലിടുമെന്ന് പറഞ്ഞില്ലേ, തോർത്തോ ടവലോ. ആ തോർത്ത് കൊണ്ട് അവരുടെ ചെസ്റ്റ്, സ്ത്രീകളാണെങ്കിൽ അവരുടെ നെഞ്ച് ഭാഗം ഒന്ന് കവർ ചെയ്തിട്ട് അതിന് അടിയിലൂടെയാണ്, ആ പടം നോക്കൂ, ആ പടത്തിൽ കണ്ടോ, ഒരു തുണി ഇട്ടിട്ട് അതിന്റെ അകത്തൂടിയാണ് കൈ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, തുടയ്ക്കുന്നു. അത് ഇതുപോലെ തന്നെ വെള്ളം കൊണ്ട് തുടയ്ക്കുന്നു, സോപ്പ് കൊണ്ട് തുടയ്ക്കുന്നു, പിന്നീട് വീണ്ടും വെള്ളം കൊണ്ട്. അത് നെഞ്ചിൽ നിന്ന് താഴേക്ക് വയറ് വരെ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ടവൽ ഉപയോഗിച്ച് തുടച്ചെടുക്കുക വെള്ളം. അതിനുശേഷം നമ്മൾ പുറംഭാഗം ചെയ്യുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അവിടെ തിരിച്ചു കിടത്തുന്ന സമയത്ത് അവിടെ തൊലി പൊട്ടലോ, നേരത്തെ പറഞ്ഞ ചുമപ്പോ ചുവപ്പ് നിറം വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ പൊള്ളൽ പോലെ നിൽപ്പുണ്ടോ, അല്ലെങ്കിൽ ആ പൊള്ളൽ തൊലി ഇളകി ഓപ്പൺ ആയിട്ടുണ്ടോ, മുറിവായിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ സശ്രദ്ധം നോക്കേണ്ടതാണ്. പിന്നെ ഈ നമ്മൾ ഇത്രയും ഭാഗമൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ വെള്ളം ഇതായിട്ടുണ്ടാവും, അഴുക്കായിട്ടുണ്ടാവും, അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, അഴുക്കായ വെള്ളം കളഞ്ഞിട്ട് വീണ്ടും കുറച്ച് നല്ല വെള്ളം എടുക്കുക. നല്ല വെള്ളം എടുത്തിട്ട് നമ്മൾ ചെയ്യുക. ചൂടുവെള്ളം തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ, തണുത്ത വെള്ളം എടുക്കരുത്. പിന്നെ ബാക്ക് നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യുക, മുകളിൽ നിന്ന് താഴേക്ക് ചെയ്യുക. ഓക്കെ. കഴുത്തിന്റെ അവിടെ നിന്ന് താഴേക്കാണ് ചെയ്യേണ്ടത്. അതുപോലെ ഇനി കൈയും കാലും ആദ്യം നമ്മൾ കൈ ചെയ്ത പോലെ തന്നെയാണ് കാല് ചെയ്യേണ്ടത്. ആദ്യം ഇടത് കാല് ചെയ്യണം. ഇടത് കാല് താഴെ നിന്ന് പാദത്തിന്റെ അവിടെ നിന്ന് മുകളിലേക്കാണ് ചെയ്യുക കേട്ടോ. പാദമല്ലേ കൂടുതൽ അഴുക്ക വരിക നമ്മുടെ കണങ്കാലും തൊടയൊക്കെ വെച്ച് നോക്കുമ്പോൾ. അപ്പൊ അതുകൊണ്ട് കാല് ഒഴിവാക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ട് കാല് ലാസ്റ്റ് ആണ് ചെയ്യുന്നത്. ഓക്കെ. കൈവിരലുകൾ നമ്മൾ പ്രത്യേകം സോപ്പിട്ട് കഴുകണം. അതുപോലെ തന്നെ അത് വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലാതെ പ്രത്യേകവും ചെയ്യാം. രണ്ട് കാലും തുടച്ചു കഴിഞ്ഞതിന് ശേഷമാണ് കാൽപാദം ചെയ്യേണ്ടത്. അതിൽ നോക്കുക, ഇതില് നഖം വളർന്നു കിടപ്പിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കുറച്ച് കോട്ടൺ ചെയ്യാവുന്ന ഒരു കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എളുപ്പം വെട്ടാനുള്ള ഒരു കാര്യം വെച്ചാൽ കുറച്ച് കോട്ടൺ ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിട്ട് നഖത്തിൽ പൊതിഞ്ഞു വെക്കുക. കാലിലെ നഖത്തിൽ പൊതിഞ്ഞു വെക്കുക. പൊതിഞ്ഞു വെക്കുമ്പോൾ കുറച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യുക, അത് കുതിർന്ന് കിട്ടും, അല്ലേ? 5 മിനിറ്റ് ഒന്നും വേണ്ട, 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും കുതിർന്ന് കിട്ടും. അപ്പോൾ ഓരോ അറ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വരുമ്പോഴേക്കും ബാക്കിയുള്ളത് സോക്ക് ചെയ്തിരിക്കും. അപ്പോൾ അത് വെട്ടാൻ എളുപ്പമാണ്. ഓക്കെ. ജനനേന്ദ്രിയം നമ്മൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുക? ജനനേന്ദ്രിയം എന്ന് പറയുന്ന ഭാഗം മെയിൽസിനാണെങ്കിലും ഫീമെയിൽസിനാണെങ്കിലും
നമുക്കത് വാഷ് ചെയ്യാനൊന്നും കഴിയില്ല അല്ലെ. അപ്പൊ അത് പറ്റുമെങ്കിൽ എന്താ ചെയ്യേണ്ട, ഒരു റബ്ബർ ഷീറ്റ് അതിന്റെ അടിയിൽ ഇട്ടിട്ട്, ഓൾറെഡി ഉണ്ടെങ്കിൽ അത് കുഴപ്പമില്ല, അവിടെ ഇട്ടിട്ട് നമ്മള് ബേസിൻ പോലത്തെ ഒരു പാത്രം അവിടെ പെരിനീയത്തിന്റെ അടിയിൽ വെച്ച്, ജനനേന്ദ്രിയത്തിന്റെ അടിയിൽ വെച്ചിട്ട് വെള്ളവും സോപ്പും കൊണ്ട് വാഷ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, ടവൽ ഉപയോഗിച്ച്. ഓക്കെ, അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്നിട്ട് അതിനുശേഷം ഉണങ്ങിയ ടവൽ വെച്ച് തുടയ്ക്കുക. ഏറ്റവും ലാസ്റ്റാണ് ജനനേന്ദ്രിയം ചെയ്യേണ്ടത്. അത് നേരത്തെ ഉപയോഗിച്ച വെള്ളം മാറ്റിയിട്ട് വേറെ പുതിയ വെള്ളം കൊണ്ട് വേണം ചെയ്യാൻ. അപ്പൊ ഇത്രയും മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്യുന്നത്, ഓരോ ഭാഗവും എങ്ങനെ ആ സീക്വൻസ്, അതായത് ഏത് ക്രമത്തിലാണ് ഇത് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് കൂടാതെ നമ്മൾ പെരിനിയൽ കെയർ പ്രത്യേകം ചെയ്യേണ്ട ചില സന്ദർഭങ്ങളുണ്ട് അല്ലേ. ഏതൊക്കെ സന്ദർഭങ്ങൾ, ഏതൊക്കെ രോഗികൾക്കായിരിക്കും നമ്മൾ ഈ പെരിനിയൽ കെയർ മാത്രമായിട്ട് ചെയ്യേണ്ടത്? ഒന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ കത്തീറ്റർ ഇട്ടിട്ടുള്ള ഒരു പേഷ്യൻ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ എപ്പിസിയോട്ടമി വൂണ്ട്, ലേബർ പ്രസവം കഴിഞ്ഞ സ്ത്രീകളുണ്ടാവും, അവർക്ക് നമുക്ക് ചെയ്തു കൊടുക്കേണ്ടി വരും. അപ്പൊ കത്തീറ്റർ ഇട്ടിട്ടുള്ള ആണുങ്ങളും മെയിൽസും ഫീമെയിൽസും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? കിടപ്പ് രോഗികളിൽ പെരിനിയൽ കെയർ മാത്രമായിട്ട് എന്തിനാ കൊടുക്കുന്നത്? അതിന് പ്രത്യേകിച്ച് പ്രാധാന്യം വല്ലതും ഉണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്. ജനനേന്ദ്രിയം വൃത്തിയായിട്ട്, ഏറ്റവും കൂടുതൽ രോഗാണുക്കൾ വളരാൻ സാധ്യതയുള്ള ഒരിടമാണ് നമ്മുടെ ജനനേന്ദ്രിയം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ജനനേന്ദ്രിയവും അനുബന്ധ ഭാഗങ്ങളും വൃത്തിയാക്കേണ്ടത് ഈ ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്, അതിന് ആവശ്യമാണ്. ഓക്കെ, ഇനി ട്യൂബ് ഇട്ടിട്ടുണ്ടെങ്കിലോ, മൂത്രം പോകുന്ന ട്യൂബ് ഇട്ടേക്കാണെന്ന് കരുതും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം നമ്മളതിന് പറയുന്ന കത്തീറ്റർ കെയർ എന്ന് പറയും അല്ലേ. കത്തീറ്റർ കെയർ, പെരിനിയൽ കെയറിനോടൊപ്പം തന്നെ കത്തീറ്റർ കെയർ കൂടി ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ കുറച്ച് സ്റ്റെറൈൽ ആയിട്ടുള്ള പ്രൊസീജിയറാണ്. അതിന് പ്രത്യേകം നമ്മൾ സെറ്റ് എടുത്തുകൊണ്ട് പോവുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ പ്രസവശേഷം തയ്യലുണ്ടെങ്കിൽ, എപ്പിസോട്ടമി ഊണ്ട് കേട്ടിട്ടില്ലേ, തയ്യൽ എപ്പിസോട്ടമി സ്യൂച്ചർ ഉണ്ടെങ്കിൽ അവിടെയും നമ്മൾ സ്റ്റെറൈൽ ആണ് അത് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ഭാഗത്ത് മരുന്ന് വെക്കുന്ന നമ്മളെങ്ങനെയാണ്, ഡ്രസ്സിങ്ങിന് എങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത് ആ രീതിയിലാണ് നമ്മൾ അവിടെ കെയർ കൊടുക്കേണ്ടത്. ഇതുപോലെ സോപ്പും വെള്ളവും മാത്രമല്ല ഉപയോഗിക്കേണ്ടത്. ആദ്യം നമ്മൾ മാത്രമല്ല എന്നല്ല, സോപ്പും വെള്ളവും അല്ല അവിടെ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം. എനിവേ എല്ലാ പ്രൊസീജിയറിനും പോലെ തന്നെ ഇവിടെ നല്ലപോലെ കൈകൾ കഴുകണം, സ്റ്റെറൈൽ ട്രേ എടുക്കണം, അതിൽ സ്റ്റെറൈൽ ഫോഴ്സപ്സ് ഉണ്ടാവണം, കോട്ടൺ ബോൾ, ഇതെല്ലാം സ്റ്റെറൈൽ ആയിരിക്കണം കേട്ടോ. നോർമൽ സെലൈൻ, ഒരു ബോളിൽ നോർമൽ സെലൈൻ എടുക്കുക, ബീറ്റാഡിൻ എന്ന് പറയുന്ന സൊല്യൂഷനോ അല്ലെങ്കിൽ അവിടെ നിർദ്ദേശിക്കുന്ന നിങ്ങളുടെ മെരുദോസർ എന്താണോ നിർദ്ദേശിക്കുന്നത് ആ സൊല്യൂഷൻ എടുത്ത് അത് ക്ലോസ് ചെയ്ത് ലിഡെല്ലാം വെച്ച് അടച്ച് സൂക്ഷിക്കുക. സ്റ്റെറൈൽ ഗ്ലൗസ് ധരിക്കണം. ഈ സ്ത്രീ രോഗികൾക്കാണെങ്കിൽ എന്ത് ചെയ്യണം, അവരുടെ ജനനേന്ദ്രിയത്തിന്റെ ഉൾഭാഗം, അകഭാഗം തുടച്ചതിന് ശേഷമാണ് പുറം ഭാഗം തുടയ്ക്കേണ്ടത്. മനസ്സിലായല്ലോ? അല്ലാതെ പുറം ഭാഗം തുടച്ചതിന് ശേഷം അല്ലാകത്തേക്ക് പോവേണ്ടത്, ഉൾഭാഗം തുടച്ചതിന് ശേഷം പുറത്തേക്ക് തുടയ്ക്കുക. ഓക്കെ, ഇനി കത്തീറ്റർ ഉണ്ടെങ്കിൽ എങ്ങനെ ചെയ്യുക? കത്തീറ്റർ ഉണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ അകഭാഗം തുടച്ചു, പുറം ഭാഗം തുടച്ചതിന് ശേഷം നമ്മൾ ബീറ്റാഡിൻ സൊല്യൂഷൻ, നമ്മുടെ ഒരു ആന്റിസെപ്റ്റിക് സൊല്യൂഷൻ ഉണ്ടാവും അല്ലെ, അത് വെച്ചിട്ട് ആർട്ടറി ഫോഴ്സപ്സ് ഉണ്ടാവും, ആർട്ടറി ഫോഴ്സപ്സിൽ കോട്ടൺ എടുത്ത് ബീറ്റാഡിനിൽ മുക്കിയിട്ട് ഈ കത്തീറ്ററിന് ചുറ്റുമുള്ള ഭാഗം ഒന്ന് തുടച്ചിട്ട് എടുക്കുക. ഓക്കെ, ഇനി പ്രസവശേഷം തയ്യലുണ്ടെങ്കിലോ അവിടെയും നമ്മൾ തയ്യലിന്റെ മുകളിൽ നിന്ന് താഴേക്ക് തുടയ്ക്കുന്ന രീതിയിൽ, അതായത് ഏനൽ സൈഡിലേക്ക് പോകുമ്പം താഴേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ ബീറ്റാഡിൻ കൊണ്ട് മുറിവ് തുടയ്ക്കേണ്ടത്. ഓക്കെ, ഇനി പുരുഷന്മാരാണെങ്കിലോ, പുരുഷ രോഗികളാണെങ്കിൽ ജനനേന്ദ്രിയം സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചതിന് ശേഷം അഗ്രഭാഗത്തു നിന്ന് താഴേക്ക് വേണം നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ആ മെയിൽ പേഷ്യന് കത്തീറ്ററും കൂടി ഉണ്ടെങ്കിൽ ആ ട്യൂബിന്റെ ആ ടിപ്പ് എവിടെയാണോ നമ്മുടെ ശരീരത്തിലോട് ചേരുന്ന ഭാഗം അവിടെ തൊട്ട് ഒരു 1/3 ഭാഗം കൂടി കുറച്ചുകൂടി ബാക്കിലേക്ക് കത്തീറ്ററും കൂടി ബീറ്റാഡിൻ സൊല്യൂഷൻ ഉപയോഗിച്ച് തുടയ്ക്കുക. ഇങ്ങനെയാണ് നമ്മൾ ജനനേന്ദ്രിയം, കിടപ്പ് രോഗികളുടെ ജനനേന്ദ്രിയ ഭാഗം വൃത്തിയാക്കേണ്ടത്. അത് പെരിനിയൽ കെയർ മാത്രമായിട്ടും ചെയ്യാം, ഇത് നിങ്ങൾക്ക് സ്പഞ്ച് ബാത്ത് ചെയ്യുന്നതിന്റെ കൂട്ടത്തിലാണെങ്കിലും ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ സ്പഞ്ച് ബാത്ത് ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ പറയുന്ന സ്റ്റെറൈൽ പ്രൊസീജിയർ ആയിട്ടുള്ള കത്തീറ്റർ കെയർ കൂടി ചെയ്യേണ്ടി വരും. അപ്പൊ ഇത്രയുമാണ് ഒരു കിടപ്പ് രോഗിയുടെ പരിചരണവുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടെ അടുക്കും ചിട്ടയായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്.
നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിനകത്ത് സംശയങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ എല്ലാം നിങ്ങൾ പക്ഷേ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അവസരങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ ഇതുപോലെയൊക്കെ ബെഡ് റിഡൻ പേഷ്യൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്, ചെയ്യേണ്ടി വരുമായിരിക്കും. അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇത്തരം ചില അറിവുകൾ, കിട്ടുന്ന അറിവുകൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ നിങ്ങളുടെ രോഗികൾക്ക് സേവനം നൽകുമ്പോൾ തീർച്ചയായിട്ടും അത് പ്രയോജനപ്പെടുത്തുക. അത് അവരുടെ എന്താ പറയുക, രോഗശാന്തിക്കും അല്ലെങ്കിൽ അവരുടെ കംഫർട്ടിനും ഒക്കെ വളരെ ഇതാണ്. അതിനനുസരിച്ച് പേഷ്യന്റിന് കിട്ടുന്ന ഒരു സന്തോഷം തീർച്ചയായിട്ടും നമ്മുടെ ജോലിയുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് അതിന്റെ ഭാഗമായിട്ട് ഇത് മാറുന്നതാണ്.